ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാന്തന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി അനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രീഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി നാമ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. കഥഞ്ചന സ്മൃതേ യസ്മിൻ കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പിത മുന്നത്തോജ്വല സദാ ഹൃദയ കന്തരേ സച്ചിനന്ദനാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതം അഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പറയൂ. ഹരേ കൃഷ്ണ. നമുക്ക് ആദ്യം നാമം ജപിക്കാം അല്ലേ? ആരിന്ന് നാമം ജപിക്കും? ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ജപിക്കാം. ശോഭന രവി. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഫുൾ 108 ജപിച്ചോ? ഇനി 5 എണ്ണം കൂടി ഉണ്ടല്ലോ. ഉവ്വ മാതാജി, മുഴുവൻ ജപിച്ചു. ഞാൻ സ്പീഡിൽ ജപിക്കും, അതുകൊണ്ടാ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇന്നലെ ഒരു മാതാജിക്ക് ജപിക്കണം എന്ന് പറഞ്ഞു. ആരാന്നിപ്പം ഞാൻ മറന്നുപോയി. പേര് കണ്ടാൽ ഓർമ്മ വരും. വന്നിട്ടില്ല തോന്നുന്നു. ഓക്കെ മാതാജി. ഇനി ആരാണ് ശിഷ്ടാഷ്ടകം ജപിക്കുന്നത്? ആര് ചൊല്ലുന്നു? ഞാൻ ചൊല്ലിക്കോട്ടെ മാതാജി. ആരാണത്? പ്രീത മധു. ആ, ചൊല്ലിക്കോട്ടെ. ഞാൻ ബുക്ക് ഒന്ന് എടുത്തോട്ടെ. ഹരേ കൃഷ്ണ. ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുധിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. നാംനാകാരി ബഹുധാ നിജവ സർവശക്തിസ് തത്രാർപ്പിതാ നിയമിത സ്മരണേന കാലഃ ഏകാദൃശീ തവ കൃപാ ഭഗവൻ മമാപി ദുർദൈവമീദൃശമിഹാ ജനിനാനുരാഗഃ ഋണാദപി സുനീചേന തരോപരി സഹിഷ്ണുനാ അമാനിനാ മാനദേന കീർത്തനീയ സദാ ഹരിഃ. ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മദീശ്വരേ ഭവതാത് ഭക്തിർ അഹൈതുകീ ത്വയി. അയി നന്ദതനുജ കിങ്കരം പതിതം മാ വിഷമേ ഭവാംബുധൗ കൃപയാ തവ പാദ പങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയേ. നയനം ഗളദശ്രുധാരയാ വദനം ഗദ്ഗദരുദ്ധയാ ഗിരാ പുളകൈർനിചിതം വപുക്കഥാ തവ നാമഗ്രഹണേ ഭവിഷ്യതി. യുഗായിദം നിമേഷേണ ചക്ഷുഷാ പ്രാവൃഷായിദം ശൂന്യായിദം ജഗത് സർവം ഗോവിന്ദ വിരഹേണ മേ. ആശ്ലിഷ്യ വാ പാദരഥാം പിനഷ്ടു മാം ആദർശനാം നർമഹതാം കരോതു വാ യഥാ തഥാ വാ വിദധാതു ലംബടോ മത്പ്രാണനാദസ്തു സ ഏവ നാപരഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. താങ്ക് യു വെരി മച്ച്. നന്നായിട്ട് ചൊല്ലി. അപ്പൊ നമ്മൾ ഇന്നലെ ആദ്യത്തെ ശ്ലോകം കണ്ടു അല്ലേ? എന്നുവെച്ചാൽ നമ്മളുടെ മനസ്സാകുന്ന കണ്ണാടി
നമ്മൾ തുടയ്ക്കണം. ഇപ്പോഴ് അതിൽ മുഴുവനും പൊടി വന്നിരിക്കുകയാണ്. എന്ത് പൊടികളാണ് അതിലുള്ളത്? നമ്മളുടെ മാലിന്യങ്ങൾ അല്ലെ, 6 മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങൾ കൊണ്ട് നമ്മളുടെ ആ ഹൃദയം പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ അത് തുടച്ചെടുക്കണം. അത് എങ്ങനെ തുടച്ചെടുക്കും? ശ്രീകൃഷ്ണ സങ്കീർത്തനം കൊണ്ട്. പിന്നെ പറയുന്നു, നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു കാട്ടുതീ പോലെ നമ്മളുടെ ക്ലേശങ്ങളൊക്കെ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു കാട്ടുതീ പടരുന്ന പോലെയാണ് നമ്മളുടെ ക്ലേശങ്ങൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കളയണം? അത് കളയാൻ വേണ്ടി ഒരു ഫയർഫോഴ്സ് ഒന്നും പോരാ. അത് ഇത് തന്നെ വേണം. ഏതാണ്? ഒരു ക്ലൗഡ് വന്നിട്ട് മഴ പെയ്യണം അതില്. എന്നാലേ ആ അഗ്നി കെടുത്താൻ പറ്റുള്ളൂ. ആ മഴയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു, നമ്മൾക്ക് എല്ലാ ശ്രേയസ്സും തരുന്ന ചന്ദ്രിക, ചന്ദ്രന്റെ രശ്മികള് ആണ് നമുക്ക് എല്ലാ ശ്രേയസ്സും തരുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിലെ വധു എന്ന് പറയുന്ന വിദ്യയാണ്. ആ വിദ്യ നമ്മൾക്ക് താനേ ലഭിക്കും. എപ്പോഴാണ്? നമ്മൾ ആ പൊടിപടലങ്ങളൊക്കെ കളയുമ്പോൾ നമുക്ക് വിദ്യ താനേ വരും. എന്നിട്ട് ആനന്ദം, നമ്മൾക്ക് ഒരു ആനന്ദമാകുന്ന സാഗരം അലയടിക്കാൻ തുടങ്ങും നമ്മളുടെ ഹൃദയത്തിൽ. എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ ആനന്ദം തന്നെ ആയിരിക്കും. നമുക്ക് ഓരോ പദത്തിലും നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും, അമൃതം ആസ്വദിക്കാൻ പറ്റും. എന്നിട്ട് ആ ആനന്ദം വർദ്ധിച്ച് വർദ്ധിച്ച് വരും എന്ന് പറയാണ്. അങ്ങനെയുള്ള അതിനോട് എല്ലാ വിജയവും വരട്ടെ എന്ന് പറയാണ്. ഇനി അടുത്തതിൽ പറയുന്നു, നാം അകാരി ബഹുദ നിജ സർവശക്തിസ് എന്ന് പറഞ്ഞാൽ ഭഗവാന് ധാരാളം നാമങ്ങളുണ്ട്. ബഹുദ, കുറേ നാമങ്ങളുണ്ട് ഭഗവാന്. ആ നാമങ്ങളിലെല്ലാം ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നു? നിജ സർവശക്തിസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓൺ. നിജ എന്ന് പറഞ്ഞാൽ ഓൺ. ഭഗവാന്റെ ഓൺ സർവശക്തികളും അതില് കൊടുത്തിട്ടുണ്ട്. ഈ പേരില് ഭഗവാന്റെ എല്ലാ ശക്തികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ഈ നാമം ജപിച്ചാൽ മതി, എല്ലാ ശക്തികളും ഭഗവാന്റെ കിട്ടുമെന്ന് പറയുകയാണ്. അതിന് ഒരു നിയമങ്ങളുമില്ല. നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിക്കാം. അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അത് ഏത് കാലത്തിലും നമുക്ക് ജപിക്കാം, നമുക്ക് ഓർക്കാം, ഭഗവാനെ സ്മരിക്കാം എന്ന് പറയുക. അങ്ങനെ ഭഗവാന്റെ മുഴുവൻ കൃപയും നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ഈ നാമങ്ങളിലൂടെ ഭഗവാനെ ദർശിക്കാനുള്ള നമ്മൾക്ക് ആ ഒരു കൃപ ഭഗവാൻ തന്നിരിക്കുകയാണ്. പക്ഷെ പറയുന്നു മഹാപ്രഭു, ദുർദൈവം, നമ്മളുടെ ദുർഭാഗ്യവശാൽ നമ്മൾക്ക് ആ നാമത്തിനോട് ഒരു രുചി വരുന്നില്ല, ഒരു അനുരാഗം വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ദുർഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. മൈ ലോർഡ്, ഓ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെഡ്, in your holy name there is all good fortune for the living entity. എല്ലാ ശ്രേയസ്സും നമ്മൾക്കുണ്ടാകും ഈ നാമത്തിലൂടെ. And therefore you have many names such as Krishna and Govinda by which you expand yourself. ഭഗവാന് വിസ്തരിക്കുകയാണ്. ഈ നാമങ്ങളിലൂടെ വിസ്തരണങ്ങളാണ്. ഭഗവാന്റെ ഓരോ എക്സ്പാൻഷൻസ് ആണ് ഈ നാമങ്ങള്. And you have invested all your potencies in these names. അപ്പൊ ഭഗവാന്റെ എല്ലാ ശക്തികളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ നാമങ്ങളിൽ. And there are no hard and fast rules for remembering them. ആ ഭഗവാന്റെ നാമങ്ങൾ സ്മരിക്കാൻ വേണ്ടി ഒരു നിയമങ്ങളുമില്ല. എവിടെ വെച്ച് ഏത് പരിതസ്ഥിതിയിലും നമുക്ക് നാമങ്ങൾ ഓർക്കാം ഭഗവാന്റെ. My dear Lord, although you bestow such mercy upon the fallen conditioned souls,
ഭഗവാൻ അത്ര കൃപയാണ് തന്നിരിക്കുന്നത്. നമ്മളെ പോലത്തെ പതീതരായ ആൾക്കാർക്ക്. ബൈ ലിബറലി ടീച്ചിങ് യുവർ ഹോളി നെയിംസ്. ഭഗവാന്റെ നാമങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലെ. കുറെ നാമങ്ങൾ ഉള്ളത് നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ആ നാമങ്ങളെല്ലാം ഐ എം സോ അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഐ കമ്മിറ്റ് ഒഫൻസസ് വൈ ചാൻറ്റിങ് ദ ഹോളി നെയിം. ഞാൻ നാമം ജപിക്കാനും നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ നാമം ജപിച്ചാൽ നമ്മൾ കുറേ അപരാധങ്ങൾ ചെയ്യുന്നു ആ നാമം ജപിക്കുമ്പോൾ. Therefore I do not achieve attachment for chanting. നമ്മൾ ഓരോ അപരാധങ്ങൾ ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾക്ക് അതിനോട് ഒരു അനുരാഗം വരാത്തത്. അപ്പൊ നമ്മൾ ഒഫൻസസ് ഒന്നും ഇല്ലാതെ വേണം ചാൻറ്റ് ചെയ്യാൻ. 10 ഒഫൻസസ് ഉണ്ട്. നമ്മൾ നാമങ്ങൾ ജപിക്കുമ്പോൾ 10 കുറ്റങ്ങൾ, 10 എന്താ തെറ്റുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം നാമങ്ങൾ ജപിക്കുമ്പോൾ. ആ 10 ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ ഇത് 8 പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. ഇന്ന് അതിലോട്ട് പോകണ്ട. 10 ഒഫൻസസ് എന്ന് പറഞ്ഞാൽ അപരാധങ്ങൾ. 10 അപരാധങ്ങൾ നമ്മൾ കമ്മിറ്റ് ചെയ്യും ജപിക്കുന്ന സമയത്ത്. ആ 10 അപരാധങ്ങൾ നമ്മൾ ഒഴിച്ചിട്ട് വേണം, നമ്മൾ അത് ഇല്ലാതെ വേണം നമ്മൾ നാമം ജപിക്കാൻ. എന്നാലേ നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് വരുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ 10 ഒഫൻസസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ 8 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് ഇത് മതി. ഇനി നാളെ നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. അപ്പൊ ഇത് മനസ്സിലായല്ലോ അല്ലേ? ഭഗവാന് ധാരാളം നാമങ്ങളുണ്ട്, നമുക്കറിയാം അല്ലേ? ഗോവിന്ദ, കൃഷ്ണ, പിന്നെ പാർത്ഥസാരഥി, അങ്ങനെ പല പല പേരുകളുണ്ട് ഭഗവാന്. ആ എല്ലാ പേരുകളിലും ഭഗവാന്റെ ശക്തികൾ അതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പൊ ആ നാമങ്ങൾ ജപിക്കുമ്പോൾ നമുക്ക് ആ ശക്തികൾ നമ്മൾക്ക് കിട്ടുകയാണ്. നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ അതിന് ഒരു നിയമങ്ങളും ഇല്ല. എപ്പോ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ സ്മരിക്കാം. ഭഗവാൻ അത്ര കൃപാലുവാണ്. ഭഗവാന് നമ്മൾക്ക് എല്ലാ നാമങ്ങളും ജപിക്കാനും അതിനുവേണ്ടി അതിൻ്റെ അകത്ത് എല്ലാം ഭഗവാന്റെ ശക്തികളും ഇട്ടിരിക്കുകയാണ്. നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും ഈ നാമങ്ങൾ ജപിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളുടെ നിർഭാഗ്യം കൊണ്ടാണ് നമ്മൾക്ക് ആ നാമങ്ങൾ ജപിക്കാന് ഒരു ആഗ്രഹം വരാത്തത്, ഒരു അനുരാഗം, അതിനോടൊരു ആസക്തി വരാത്തത് നമ്മളുടെ ദുർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി എന്ന്. ആ ദുർഭാഗ്യം എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ അറ്റാച്ച്മെന്റ് വരാത്തത്? എന്താന്ന് വെച്ചാൽ നമ്മള് അപരാധങ്ങൾ ചെയ്യുന്നു. നാമം ജപിക്കുന്ന വേണ്ട രീതിയിലല്ല. നമ്മൾ നാമം ജപിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ കുറെ 10 ഇത് ഉണ്ട്. ആ കുറ്റങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അതൊന്നും നമ്മൾ നോക്കാത്ത കൊണ്ടാണ് നമ്മൾക്ക് അതിനോട് ഒരു അനുരാഗം വരാത്തത് എന്ന് പറയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റേത് നോക്കാം. ഇനി നമ്മള് ഏത് ഇതാണ് ഇന്ന് ചൊല്ലേണ്ടത്? ഏത്? 11 അല്ലേ? അതെ. അപ്പം 11 നമുക്ക് നോക്കാം. ഇനി അതിന് മുമ്പായിട്ട് കുറച്ച് നമുക്ക് ചാൻറ്റിങ്ങിനെ കുറിച്ച് പറയാം. നമ്മള് കണക്കില് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിസ്സർഗ സംഖ്യകൾ എന്ന് പഠിച്ചിട്ടുണ്ടോ? എണ്ണൽ സംഖ്യകൾ. ആ എണ്ണൽ സംഖ്യകൾക്ക് ഒരു സീരീസ് ഉണ്ട്. 1, 2, 3, 4, 5. അതങ്ങനെ അതിനൊരു എൻഡില്ല അല്ലേ? അപ്പൊ അതിന് നമ്മൾ സീരീസ് എന്ന് പറയും, ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയും. അനന്തമായ ഒരു ശൃംഖലയാണ് അല്ലെ, പങ്ക്തിയാണ് അത്. എനിക്ക് കണക്കില് എന്താ അതിനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. കുട്ടികള് ഒരു 7ലും 8ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണെന്ന് അതിന്റെ പേര്. ഈ 1, 2, 3, 4 എന്ന് പറയുന്നതാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് എണ്ണൽ സംഖ്യ എന്ന് എന്തോ പറയും തോന്നുന്നു. അത് ഒരു സീരീസ് ആണ്, അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അതിന് ഒരു അനന്തമായ ഒരു സീരീസ് ആണ് 1, 2, 3 എന്ന് പറയുന്നത്. അതുപോലെ
ഓഡ് സീരീസ് ഉണ്ട്. ഓഡ് എന്ന് പറഞ്ഞാല് ഒറ്റയായ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യ. അതേതൊക്കെയാണ്? 1, 3, 5, 7, 11, രംഗൻ മുരുകൻ നോക്കുകയാണ്. ഇതെന്താ ഇന്ന് കണക്കാണോ പഠിപ്പിക്കുന്നതെന്നല്ലേ? അപ്പം 1, 3, 5, 7 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരീസ് ഉണ്ട് അല്ലെ? അതും അനന്തമാണ്. നമുക്ക് അതിനൊരു എൻഡില്ല, ഇത്രേ വരെ ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല അല്ലെ? അതുപോലെ തന്നെ വേറൊരു സീരീസ് ഉണ്ട്, പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിന് എന്താ മലയാളത്തിൽ പറയുന്നത്? അവിഭാജ്യ സംഖ്യ അല്ലെ? അതെന്താന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത, ഹരിക്കാൻ പറ്റാത്ത വേറെ ഒന്നും വെച്ച് അല്ലെ? അത് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഒന്നുമില്ല. 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പൊ 9 ഇല്ല. 11 ഇനിയുള്ളത്. 11, പിന്നെ 14, 15, 13 ഉണ്ട്. 13 പിന്നെ ഉള്ളത് 17 അതിനെ എന്താ പറയുന്ന? അവിഭാജ്യ സംഖ്യ. അവിഭാജ്യ സംഖ്യ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറയുന്നതാണ് കൂടുതൽ അല്ലെ? ഈ മറ്റേ സംഖ്യയെക്കാട്ടിലും, ഒറ്റയായ സംഖ്യയെക്കാട്ടിലും കൂടുതലാണ് 1, 2, 3 അല്ലെ? അല്ലെ? മറ്റേത് 1, 3, 5 എന്നേ വരുന്നുള്ളൂ. അപ്പം അതിന്റെ ഇരട്ടി പോലെയുണ്ട് അല്ലെ? എന്നാല് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ സംഖ്യ എന്ന് പറയുന്ന അതിലും കുറവാണ് അല്ലെ? അതിലും കുറവാണ്. അപ്പൊ നമ്മൾ എന്നാ ഇതിനെ 3നെയും പറയുന്നത് അനന്തമായ എന്നാണ്. എന്നാ അത് ഒന്ന് കുറെ കൂടിയും വലുതാണ്, മറ്റേ അതിനേക്കാളും കുറച്ച് കുറവ്, മറ്റേത് അതിനേക്കാളും കുറവാണ്. അപ്പൊ നമ്മൾക്ക് തോന്നും എത്ര വരെയും എണ്ണം ഉള്ളതിനെയാണ് നമ്മള് അനന്തമായ സീരീസ് എന്ന് ചോദിക്കുന്നത്. ഇൻഫിനിറ്റ് സീരീസ് ഏതിനെയാണ് പറയുന്നത് എന്ന് നമ്മൾക്ക് തോന്നാം അല്ലെ? ഇത് നമുക്ക് നല്ലോണം അറിയാം. അത് എല്ലാം അനന്തമായ സീരീസ് ആണെങ്കിൽ കൂടി 1, 2, 3 എന്നുള്ളതാണ് കൂടുതൽ ഈ ഒറ്റ സംഖ്യയെക്കാട്ടിലും. അതിനെക്കാട്ടിലും കുറവാണ് ഈ അവിഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ എവിടെ ഏതാണ് ലിമിറ്റ്? നമുക്ക് അനന്തമാണ് ഈ സീരീസ് എന്ന് പറയാനുള്ള ലിമിറ്റ് ഏതാണ് എന്ന് നമുക്ക് തോന്നാം. അപ്പൊ അത് നമുക്ക് അതിന് ഒരു എൻഡില്ല, അതിന് ഒരു അവസാനമില്ല. ഈ 3 ഒരു അവസാനമില്ല അല്ലെ? അതുകൊണ്ടാണ് ആ 3 നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുന്നത്. അനന്തമായ ഒരു ശൃംഖല അല്ലെ, പങ്ക്തി എന്ന് നമ്മൾ പറയുന്നത്. അതിന് മലയാളത്തിൽ ചിലപ്പം കണക്കിൽ വേറെ പേരായിരിക്കും. ഞാൻ ഇപ്പൊ ഓളത്തിൽ നിന്ന് എടുത്തതാണ്. അപ്പൊ അങ്ങനെ ഒരു അനന്തമായ ഒരു സീരീസാണ് ഈ 3. പക്ഷെ നമ്മൾ ഭഗവാനെ നോക്കുകയാണെങ്കിൽ ഭഗവാനും അനന്തമാണ് അല്ലെ? പക്ഷെ ഭഗവാന്റെ അനന്തത എന്ന് പറയുന്നത്, ഭഗവാന് ഒരു യൂണിവേഴ്സൽ ഫോം എടുക്കുന്നു. ഒരു എന്താ യൂണിവേഴ്സൽ ഫോമിന് എന്താ പറയുന്ന നമ്മൾ മലയാളത്തില്? വിരാട രൂപം അല്ലെ? ആ ഒരു വിരാട രൂപം കാണിക്കുന്നുണ്ട് ഭഗവാന്. പക്ഷെ ആ വിരാട രൂപം ആണോ ഭഗവാന്? ആ വിരാട രൂപം കാണിക്കുമ്പോഴാണോ ഭഗവാന് അനന്തമാണ് എന്ന് മനസ്സിലാവുന്ന? അല്ല, ഭഗവാൻ അനന്തമാണ്, അതുകൊണ്ട് ഭഗവാന്റെ വിരാട രൂപം അനന്തമായി. അപ്പൊ അല്ലാതെ ഈ വിരാട രൂപം അനന്തമായ കൊണ്ട് ഭഗവാൻ അനന്തമായതല്ല. ഭഗവാൻ അനന്തമായത് കാരണം ഭഗവാന്റെ വിരാട രൂപവും അനന്തമായി. മനസ്സിലാവുന്നുണ്ടോ ആ വ്യത്യാസം? അപ്പം എന്ന് പറഞ്ഞാല് ഭഗവാന് എല്ലായിടവും വ്യാപിച്ചിരിക്കുകയാണ് അല്ലെ? ഭഗവാന്റെ ആ ക്വാളിറ്റി കൊണ്ടല്ല ഭഗവാനായത്. ഭഗവാൻ ആയത് കൊണ്ട് ഭഗവാന് വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ ഒരു ഗുണം കൊണ്ട് മാത്രമല്ല ഭഗവാനായത്.
ഭഗവാൻ ഓൾറെഡി ഭഗവാനാണ്. ഭഗവാന് ധാരാളം ഗുണങ്ങളുണ്ട്. അതിൽ ഒരു ഗുണം മാത്രമാണ് ഈ ഓൾ പെർവേസീവ്, എല്ലായിടവും വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു ഗുണം എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു ഗുണം മാത്രമാണ്. അല്ലാതെ ആ ഗുണം കൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഭഗവാന് വേറെ 6 ഐശ്വര്യങ്ങളുണ്ട്, അങ്ങനെ പല ക്വാളിറ്റീസ് ഉണ്ട് ഭഗവാന്, അല്ലെ? എല്ലാത്തിൻ്റെയും ഉറവിടമാണ് ഭഗവാന്. ജന്മ ആദിയസ്യ, എല്ലാം ഭഗവാനാണ് സൃഷ്ടിച്ചത്. നമ്മൾ കണ്ടു അല്ലെ, ഭഗവാൻ സ്വരാടാണ്, ഭഗവാന് പിന്നെ അഭിജ്ഞനാണ്, എല്ലാം അറിയുന്നുണ്ട്. ഈ സൃഷ്ടിയിൽ നടക്കുന്ന എല്ലാ സംഗതികളും ഭഗവാൻ അറിയുന്നു. ഭഗവാന് ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ജ്ഞാനം കൊടുത്തു. അങ്ങനെ നമ്മൾ പലതും കണ്ടു അല്ലെ ഭഗവാന്റെ ഗുണങ്ങള്. അപ്പം ആ ഗുണങ്ങളിൽ പെടുന്ന ഒരു ഗുണം മാത്രമാണ് ഭഗവാന്റെ ഈ സർവവ്യാപിച്ച് കിടക്കുന്ന ആ ഒരു ഗുണം. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ, അത്രയും ഗുണങ്ങളുള്ള എല്ലായിടവും പരന്നു കിടക്കുന്ന ഭഗവാന് എല്ലാം സൃഷ്ടിച്ചു. എല്ലാത്തിൻ്റെയും ഉടമയാണ് ഭഗവാൻ, എല്ലാത്തിൻ്റെയും നിയന്താവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് നമ്മളുടെ അടുക്ക പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഇല അല്ലെങ്കിൽ ഒരു പുഷ്പം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫലം അല്ലെങ്കിൽ കുറച്ച് വെള്ളം നിങ്ങൾ എനിക്ക് തന്നാൽ സ്നേഹത്തോടെ തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും എന്ന് പറയുന്നു. എല്ലാത്തിൻ്റെ ഉടമയാണ് ഭഗവാൻ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ വെള്ളത്തിൻ്റെയും ഉടമ ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ പറയുന്ന എന്താണ് നമ്മളോട്? ഒരു ഇലയോ അല്ലെങ്കിൽ ഒരു പുഷ്പമോ ഒരു ഫലമോ ഒരു വെള്ളം തന്നാലും നിങ്ങളത് സ്നേഹത്തോട് തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ എത്ര കാരുണ്യവാനാണല്ലേ ഭഗവാൻ, നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്ന കൊണ്ടാണ്. ആ ഭഗവാന് വേണ്ടത് എന്താ നമ്മളുടെ കയ്യിൽ നിന്ന്? നമ്മളുടെ സ്നേഹം മാത്രം മതി, അല്ലെ? അപ്പൊ അത്ര ഭഗവാൻ ശരിക്കും നമ്മളുടെ സ്നേഹത്തിന് വേണ്ടി നമ്മളോട് യാചിക്കുകയാണ്, അല്ലെ? നിങ്ങൾ എനിക്കൊരു പൂ തരൂ, നിങ്ങൾ എനിക്കൊരു കുറച്ച് വെള്ളം തരൂ, നിങ്ങൾ അത് സ്നേഹത്തോട് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും എന്ന്. ഇത്രയും വലിയൊരു ഭഗവാന്, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്, എല്ലാത്തിൻ്റെ സോഴ്സാണ്, ഉൽപ്പത്തിയാണ്, അല്ലെ ഭഗവാന്? അങ്ങനെയുള്ള ഭഗവാൻ നമ്മളുടെ ഒരു ഇലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കണം എത്രമാത്രം കാരുണ്യവാനാണ് ആ ഭഗവാൻ എന്നുള്ളത്. അങ്ങനെ അപ്പൊ ആ ഭഗവാനെ നമുക്ക് സ്നേഹിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? നമുക്ക് വെറുതെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ, നാമജപത്തിൽ കൂടി നമുക്ക് പതുക്കെ ഭഗവാന്റെ കുറിച്ചുള്ള അറിവ് താനെ നമ്മളുടെ ഹൃദയത്തിൽ വരും. ശരിക്കും ഈ നോളജ് എല്ലാം ഭഗവാന് ബ്രഹ്മാവിന് കൊടുത്ത ഈ നോളജൊക്കെ നമ്മളുടെ ഉള്ളിലും ഉണ്ട്. അത് മറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ മാലിന്യങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ ഹൃദയത്തിലുള്ള ഈ ജ്ഞാനം മൂടിയിരിക്കുകയാണ്. അത് നമ്മള് ഈ നാമങ്ങൾ ജപിച്ച് അതിൻ്റെ പൊടി പടലങ്ങളെല്ലാം മാറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ജ്ഞാനം തെളിഞ്ഞു വരും. എന്ത് ജ്ഞാനമാണ്? നമ്മൾ ഭഗവാന്റെ ഒരു അംശമാണ്, ഭഗവാനാണ് എല്ലാത്തിൻ്റെയും സ്രോതസ്. ആ ഭഗവാൻ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ ജന്മത്തെ നമ്മളുടെ കൂടെ പരമാത്മാവായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ അടുത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നോക്കി നിൽക്കുകയാണ്. എപ്പോഴും എൻ്റെ അടുക്കലോട്ട് ആ മുഖം തിരിക്കും. ഇപ്പോഴും ആ മരത്തിലെ ശരീരം, ഈ ലോകത്തിലെ എല്ലാ സംഗതികളും ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫലങ്ങളും ചീത്ത ഫലങ്ങളും എല്ലാം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
ഭഗവാൻ നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് നമ്മളുടെ മുഖം ഭഗവാന്റെ നേർക്ക് തിരിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് ഭഗവാന്. അത് ഈ ജന്മം മാത്രമല്ല, ഇനി നമ്മൾ അടുത്ത ശരീരം എടുക്കുമ്പോൾ അപ്പോഴും ഈ ആത്മാവിന്റെ കൂടെ ഭഗവാനും പരമാത്മാവും അതിന്റെ കൂടെ പോയി ആ മരത്തിന്റെ മുകളിലും ആ ആത്മാവിന്റെ കൂടെ ഇരിക്കും. ആ മരം എന്ന് പറയുന്ന എന്താണ്? ശരീരം. അപ്പൊ ഈ ശരീരം ഈ ശരീരത്തിൽ ആത്മാവിന്റെ ഒപ്പം തന്നെ പരമാത്മാവും ഇരുന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ശരീരം വിട്ട് നമ്മൾ വേറൊരു ശരീരത്തിൽ പോകുമ്പം അവിടെയും ഭഗവാനും വന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇത് ഈ ശരീരത്തിലോ അല്ല അടുത്ത ശരീരത്തിലോ അല്ല, നമ്മൾക്ക് ഇപ്പം മില്യൺസ്, നമുക്ക് അനേക കോടി ജന്മങ്ങൾ കഴിഞ്ഞു നമ്മളുടെ. ആ കോടി ജന്മങ്ങളിലും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കൃമിയായിട്ടിരുന്നപ്പോഴും, നമ്മൾ ഒരു പുഴുവായപ്പോഴും, നമ്മൾ ഒരു മൃഗമായപ്പോഴും എല്ലാം നമ്മളുടെ കൂടെ ആ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ വരുന്നത് നമ്മളുടെ ഒപ്പം? എന്നെങ്കിലും ഈ ജീവാത്മാവ് മനസ്സിലാക്കും, എൻ്റെ അടുത്തേക്ക് വരുമ്പോഴേ അവർക്ക് സന്തോഷം ലഭിക്കുള്ളൂ. അവർ ഈ ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്ന ഈ ഫലത്തിന് നല്ല സ്വാദുണ്ടാവും, എനിക്ക് ആനന്ദം കിട്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് ഓരോരോ ഫലങ്ങൾ. ഈ ഫലങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ നമ്മൾക്ക് കിട്ടുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, നമ്മൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ എല്ലാം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭഗവാന്റെ അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുള്ളൂ എന്ന് ഭഗവാൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. അത് നിങ്ങൾ വരുമോ നോക്കിയിരിക്കുക. ഭക്തന്മാരുടെ ഹൃദയത്തിൽ മാത്രമല്ല ഭഗവാൻ ഇരിക്കുന്നത്, നിരീശ്വരവാദികളുടെ ഹൃദയത്തിലുമുണ്ട്. ഭഗവാനെ തള്ളിപ്പറയുന്നവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുകയാണ്. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അവരെ എന്നെങ്കിലും എൻ്റെ അടുക്കലോട്ട് വരും എന്നുള്ള ആഗ്രഹത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഭഗവാനിലോട്ട് തിരിയുകയാണെങ്കിൽ, നമ്മൾ ഈ ഭൗതികതയിൽ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല, ഭഗവാന്റെ അടുത്തന്നെ നമ്മൾക്ക് സന്തോഷം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്തെ നമ്മൾക്ക് പ്യോർ ആനന്ദം കിട്ടുള്ളൂ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് വലിച്ച് നമ്മളെ ഭഗവാന്റെ ധാമത്തിലോട്ട് കൊണ്ടുപോകും. ഇപ്പോഴെന്താണ് പറ്റിയിരിക്കുന്നത്? ആ ഭൗതികതയിലുള്ള സാധനങ്ങൾ നമ്മളെ ഇങ്ങനെ അതിൻ്റെ കാന്തശക്തി, എന്താ ഗ്രാവിറ്റേഷണൽ പുള്ളിന് എന്താണ് പറയുന്നത് മലയാളത്തില്? ക്രാന്തശക്തി എന്നോ എന്തോ. ആ ഒരു ഭൗതികതയിലുള്ള സാധനങ്ങൾ നമ്മളെ അത് തന്നെ ഗുരുത്വാകർഷണം. അത് തന്നെയാണ് ഗുരുത്വാകർഷണം. നമ്മളെ പിടിച്ചു വലിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിലേക്ക്, ഈ ഭൗതികതയിലേക്ക് നമ്മളെ വലിച്ചു നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ആ ആഗ്രഹങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല. എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ അല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി, നമ്മളെ അത് പിടിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഭൗതികതയില്. നമ്മൾ എന്തൊക്കെ നാമങ്ങൾ ജപിച്ചാലും, നമ്മൾ ഭാഗവതം വായിച്ചാലും ഭഗവത്ഗീത വായിച്ചാലും നമുക്ക് ആ ആസക്തികളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അത് മാറിയാൽ നമുക്ക് ഭഗവാന്റെ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനോടുള്ള ആ സ്നേഹം മാത്രമേ നമ്മളെ ഈ ഗുരുത്വയിൽ നിന്ന് നമ്മളെ പുള്ളി ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ നാമജപവും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നമ്മൾ വേറെയും നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഭഗവാനോട് കൃതജ്ഞത തോന്നിയാൽ നമ്മളുടെ നാമജപം നന്നാകും. നമ്മൾ ഓരോ ബീഡ്സ്, ഓരോ നാമം ജപിക്കുമ്പോഴും നമ്മൾ ഭഗവാനോട് നന്ദി പറയണം. നമുക്ക് കിട്ടിയ എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. അല്ലാതെ നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്
ഈ ഈ ജന്മത്തില് എന്ന് നമ്മൾ ഓർത്ത് ഭഗവാനോട് കൃതജ്ഞത കാണിക്കണം. എന്നിട്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മൾ എല്ലാ സംഗതികളും ഭഗവാൻ അങ്ങ് ഏൽപ്പിക്കണം. നമ്മൾക്കുള്ള നല്ലതും ചീത്തയും എല്ലാം ഭഗവാന്റെ കാൽക്കലിൽ അങ്ങ് ഏൽപ്പിക്കുക. അപ്പൊ നമ്മള് മുക്തരാകും ഈ ആഗ്രഹങ്ങളിൽ നിന്ന്. ഈവൻ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് ദാ ഭഗവാനെ പിടിച്ചോ, എനിക്ക് വേണ്ട, അത് ഭഗവാൻ തന്നെ വെച്ചോളൂ എന്നും പറഞ്ഞ് കൊടുക്കണം. അങ്ങനെയാകുമ്പം നമ്മളുടെ ലൈഫില് സമാധാനം ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താൻ സാധിക്കും. അത് ഈ ജന്മം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കാതെ, നമ്മൾക്ക് ഈ ജന്മം നമ്മൾക്ക് കുറേ എന്താ റിലേറ്റീവ്സിനെയും കുറേ ബന്ധുക്കളും കുറേ ആൾക്കാരുമൊക്കെ ഉണ്ട് നമ്മൾക്ക് ഈ ജന്മത്തില്. പക്ഷേ അവര് ഈ ജന്മത്തിൽ വരും, അടുത്ത ജന്മം അവരാരും നമ്മുടെ കൂടെ ഇല്ല. അപ്പോഴും നമ്മളുടെ കൂടെയുള്ള ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് തീർച്ചയായും ഭഗവാനാണ് കൊടുക്കേണ്ടത്. അവരെ മറ്റവരെ ഒന്നും നമ്മൾ തിരസ്കരിക്കണം എന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. നമ്മൾ ഭഗവാനെ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യണം. നമ്മൾക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ. നമ്മൾക്ക് ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്, അവരെയെല്ലാം നോക്കേണ്ടത് നമ്മളുടെ ചുമതലയാണ്. ഭഗവാൻ നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നതാണ് അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യാൻ. അപ്പൊ അവരെ എല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഭഗവാനും നമ്മൾ സമയം കണ്ടെത്തണം. ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം, ഭഗവാനെ സ്മരിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് വേഴ്സിലോട്ട് പോകാം. 11ാമത്തെ വേഴ്സ്. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മം ഏവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ആര് ചൊല്ലുന്നു? ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷ്യതോ ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. രക്ഷന്തു എന്നാണ്, രക്ഷന്തു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. രംഗമുരുകൻ പറഞ്ഞോളൂ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായി പറഞ്ഞു. ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ മാതാജി. നീ ശോഭന എം.ആർ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രമാ രാജീവൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഇനി പ്രീത മധു. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാ ഭാഗവസ്ഥിതഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഇനി ഉഷ നീലൻകര. നെല്ലൻകര അല്ലേ? ഉഷ നെല്ലങ്കരിയാണ് മാതാജി. നെല്ലങ്കരിയോ? നെല്ലങ്കര സ്ഥലത്തിന്റെ പേരാണ്. ഓക്കെ നെല്ലൻകര.
പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മം മേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ. ഇനി ആരാണ്? സീതാമതി അല്ലേ? ആ, സീതാലക്ഷ്മി. സീതാലക്ഷ്മി മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. പ്രീത മധു പറഞ്ഞിരുന്നോ? ഓ മാതാജി, ഞാൻ ചൊല്ലിയതാണ്. പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ചൊല്ലാം. ആ, ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ആ മീനിങ്സും കൂടി പറയോ? ഞാൻ വായിക്കട്ടെ? ഹരേ കൃഷ്ണ. ആ വായിക്കണോ മാതാജി? ആ, വായിക്കൂ മീനിങ്സ്. സർവേഷു യഥാ ഭാഗമവസ്ഥിതഃ ഭീഷ്മമേവാഭിരക്ഷന്തും ഭവന്തഃ സർവ ഏവ ഹി. ആരാ പറയുന്നത്? അംബിക. ശോഭനയല്ലേ ഇപ്പൊ പറയാൻ പോകുന്നത് മീനിങ്? പറയും. ഹരേ കൃഷ്ണ. സർവേ ഭവന്ത ഏവ ഹി, നിങ്ങളെല്ലാവരും, സർവേഷു ച അയനേഷു, എല്ലാ നൈരന്തരപ്രധാനമായ സ്ഥലങ്ങളിലും, യഥാഭാഗം വേണ്ടുന്നിടത്ത് സജ്ജീകരിച്ചിട്ട് വെവ്വേറെയായി സജ്ജീകരിക്കപ്പെട്ടിടത്ത് അവസ്ഥിത നിന്നുകൊണ്ട് ഭീഷ്മം ഏവ, ഭീഷ്മനെ തന്നെ, അഭിരക്ഷന്തു രക്ഷിക്കണം. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പരിപൂർണ പിന്തുണ നൽകണം. മതി ഇപ്പോഴേ. ഇനി ചാസ്നി പറയൂ. ശ്ലോകം പറഞ്ഞിട്ട് ഭാവാർത്ഥവും കൂടി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം. താൻ ഭീഷ്മരെ പുകഴ്ത്തിപ്പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയായി കരുതുമെന്ന് സംശയിച്ച് ദുര്യോധനൻ സ്വാഭാവികമായ നയചാതുര്യത്തോടെ സന്ദർഭാനുസൃതമായി ചുവടുമാറുന്നു. സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിലേർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. കുരുക്കളുടെ വിജയം ഭീഷ്മദേവനെ ആശ്രയിച്ചാണിരിക്കുന്നതെന്ന് ദുര്യോധനന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെയും ദ്രോണാചാര്യരുടെയും പൂർണ്ണ സഹായം തനിക്കുണ്ടാവുമെന്നും അയാൾക്കറിയാമായിരുന്നു. അർജുന പത്നിയായ ദ്രൗപദി പ്രമുഖ സേനാധിപരെല്ലാം അടങ്ങിയ സദസ്സിൽ വെച്ച് വസ്ത്രങ്ങൾ അഴിക്കപ്പെടാൻ നിർബന്ധിതരായപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്കറിയായികയില്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചത് തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്നു തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ പ്രഭുപാദ് ഭാവാർത്ഥത്തില്. അപ്പം ഭീഷ്മദേവന്റെ എന്താ പുകഴ്ത്തി പറഞ്ഞത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഭീഷ്മരാണ് നമ്മളുടെ അപര്യാപ്തമായ സേനയെ സംരക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അല്ലെ. ഭീഷ്മരാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഭീഷ്മരാണ്. അപ്പൊ ഭീഷ്മരുടെ കയ്യിലാണ് നമ്മളുടെ ഫുൾ സംരക്ഷണം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഈ ദുര്യോധനനാണെങ്കിൽ വലിയ നയതന്ത്രജ്ഞനാണ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റാണ്.
അപ്പം അറിയാം അത് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവർക്ക് ഒരു ക്ഷീണം തട്ടണ്ട എന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ പറയാണ്, ഭീഷ്മര് അത്രയും വലിയ കേമനാണ്, നമ്മളെ എല്ലാരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പോലും വൃദ്ധനാണ്. അദ്ദേഹം ഒരു വൃദ്ധനായത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഭീഷ്മരെ സംരക്ഷിക്കണം. അപ്പൊ ഭീഷ്മര് നമ്മളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഭീഷ്മരെ നമ്മളും സംരക്ഷിക്കണം എന്ന് പറയാണ്. അപ്പം ഭീഷ്മര് ഫ്രണ്ടിൽ ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വശത്തുകൾ കൂടി ശത്രുക്കൾക്ക് നുഴഞ്ഞ് ഈ സൈന്യത്തിന്റെ വ്യൂഹത്തിലോട്ട് കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ മർമ്മസ്ഥാനങ്ങളിലെല്ലാം നല്ല മിടുക്കരായ യോദ്ധാക്കൾ നിന്ന് അങ്ങനെ പിതാമഹനെ നമ്മള് പിന്തുണ കൊടുക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങർക്കറിയാം ഭീഷ്മരും ദ്രോണാചാര്യർക്കും രണ്ടുപേർക്കും പാണ്ഡവരോടാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിലും അവര് ഇങ്ങനെ ഒരു സന്ദർഭത്തില് ഇങ്ങനെ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസരത്തില് തീർച്ചയായിട്ടും അവര് ഫേവർ ചെയ്യില്ല, അവർക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കില്ല, അവർക്ക് ഹിതകരമായിട്ട് പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു ദുര്യോധനന്. എങ്ങനെയാ ഉറപ്പ് വന്നത്? ദ്രൗപദിയെ ആക്ഷേപിച്ച സമയത്ത് കുരു സഭയിൽ വെച്ച് ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത് ഇവര് നോക്കി നിന്നതല്ലാതെ അവര് യാതൊരു അത് ചെയ്യല് എന്ന് പറഞ്ഞില്ല. അവരുടെ ശബ്ദം ഉയർത്തിയില്ല അതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. അതിൽ നിന്ന് മനസ്സിലാക്കി ദുര്യോധനന് അവരെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എന്നുവെച്ചാൽ അവരെ ഫേവർ ചെയ്യണോ ഇവരെ ഫേവർ ചെയ്യണോ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ദുര്യോധനന്റെ സൈഡിൽ തന്നെ അവർ നിൽക്കും, ദ്രോണാചാര്യരും ഭീഷ്മരും എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ദുര്യോധനൻ സംസാരിക്കുന്ന ലാസ്റ്റ് വേഴ്സ് ഈ ഭഗവത്ഗീതയില്. 9 ശ്ലോകങ്ങളാണ് പറഞ്ഞ. 3-ാമത്തെ ശ്ലോകം തൊട്ട് ഈ 11-ാമത്തെ ശ്ലോകം വരെ ദുര്യോധനൻ പറയുന്നതാണ്. അപ്പൊ ആദ്യം പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള നല്ല മിടുക്കായിട്ടുള്ള യോദ്ധാക്കളെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്വന്തം സൈന്യത്തില് ആരൊക്കെയുണ്ട് മിടുക്കരായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇനിയിപ്പം അത് ഒരു ആവശ്യവുമാണ് അല്ലേ, നമ്മളുടെ എതിർഭാഗത്തുള്ളവരുടെ അവരെ അളക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾക്ക്. അവർക്ക് എത്ര ശക്തിയുണ്ട് എന്ന് നമ്മൾ അളക്കണം. എന്നിട്ട് കമ്പയർ ചെയ്തു, സ്വന്തം സൈന്യത്തിലെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ സൈന്യത്തിനും അത്രയും കഴിവുണ്ടോ അത്രയും ബലമുണ്ടോ എന്ന് നോക്കി. എന്നിട്ടാണ് ആ 10-ാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ കൺക്ലൂഷൻ പറയുന്നത്. രണ്ടുപേരുടെയും താരതമ്യപ്പെടുത്തിയിട്ട് പറയാണ്, നമ്മളുടെ സൈന്യം വളരെ അപര്യാപ്തമായിട്ട് വളരെ വലുതാണ്, അതിനെ സംരക്ഷിക്കുന്ന ഭീഷ്മരെ പോലെയുള്ള ഒരു വലിയ യോദ്ധാവാണ്. എന്നാൽ പാണ്ഡവരുടെ സൈന്യം വളരെ പരിമിതമാണ്, അതിനെ സംരക്ഷിക്കാനുള്ളത് ഭീമന്. ഭീഷ്മരായിട്ട് നോക്കുമ്പോൾ ഭീമൻ ഒന്നുമല്ല, അങ്ങനത്തെ ഭീമനാണ് അവരെ സംരക്ഷിക്കുന്നത്. അപ്പം ദുര്യോധനൻ തന്നെ സമാധാനിക്കുകയാണ്, ഇത്രയും നമ്മൾക്ക് പ്ലസ് പോയിന്റ്സ് ഉണ്ട്, അവർക്ക് കുറെ മൈനസ് പോയിന്റ്സും ഉണ്ട്, അത് കാരണം നമ്മൾക്ക് തന്നെ വിജയമുണ്ടാവും എന്ന ദുര്യോധനൻ സ്വയം സമർത്ഥിക്കുകയാണ്. സ്വയം അങ്ങനെ മെഷർ ചെയ്ത് രണ്ടുപേരുടെയും താരതമ്യപ്പെടുത്തി അവരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് തന്നെ വിജയമുണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അതും ഭീഷ്മരും ദ്രോണാചാര്യരും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു അവരുടെ സൈന്യത്തില്. അവരുടെ പൂർണ്ണ
സഹകരണം ആവശ്യമുണ്ട് ദുര്യോധനന് ഈ വോറ് ജയിക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ദുര്യോധനൻ ഇവിടെ പറയാണ്, അത് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അവര് എനിക്ക് പൂർണ്ണ സഹകരണം തരും എന്നുള്ളത് എന്ന് പറയാണ്. അപ്പൊ ഇവിടെ ഭവന്ത സർവമേവഹി എന്ന് പറയുന്നുണ്ട് അല്ലെ. ഭവന്ത എന്ന് പറഞ്ഞ ഒരാളെ അല്ല, എല്ലാവരെയുമാണ് ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. നേരത്തെ ദ്രോണരെ മാത്രമാക്കിയപ്പോ ഭവത അല്ലെ, ഭവാൻ ഭീഷ്മശ്ച ദ്രോണശ്ച എന്ന് ഭീഷ്മശ്ച കർണശ്ച എന്ന് പറഞ്ഞു. അതില് ഭവ എന്ന് പറയുമ്പോ ഒരാളെയാണ് സംബോധന ചെയ്തത്, ഭവത. ഇവിടെ ഭവന്ത എന്ന് പറയുന്നു. അപ്പൊ എല്ലാരോടും കൂടിയായിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഭീഷ്മർക്ക് കൊടുക്കണം. എന്നുവെച്ചാൽ ഭീഷ്മര് ഇത്രയും വലിയ യോദ്ധാവാണെങ്കിലും വൃത്തനാണ്, അതുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ നമ്മള് കണ്ടു, ദ്രുപദന്റെ മകനാണ് അവിടെ കമാൻഡർ അല്ലെ. പിന്നെ ദ്രുപദന്റെ മകനും എല്ലാം അപ്പുറത്തെ സൈന്യത്തിലുണ്ട്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്, ഭീഷ്മരെ അത് കാരണം പ്രൊട്ടക്ട് ചെയ്യണം. അവര് ഭീഷ്മരെ ദ്രോണരെ എല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യണം. എന്താന്ന് വെച്ചാൽ അവരോടൊക്കെ ശത്രുതയുള്ള ആൾക്കാര് അപ്പുറത്തെ വശത്തുണ്ട് എന്ന് പറയുന്നതാണ്. പിന്നെ സേനാപതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്താന്ന് വെച്ചാൽ ഒരു സൈന്യത്തിന്റെ സേനാപതി താഴെ വീണു മരിച്ചു വീണു എന്നുണ്ടെങ്കിൽ എത്ര ബലമുള്ള ഒരു സൈന്യമാണെങ്കിൽ കൂടി ആൾക്കാര് പാനിക്കാവും അല്ലെ. പാനിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ വെപ്രാളമാകും സേനാപതി വീണാല്. അതുകൊണ്ട് നമ്മള് സേനാപതി നമ്മളെ സംരക്ഷിക്കും, അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാരും സേനാപതിയെയും സംരക്ഷിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ആ സൈന്യത്തിന്റെ ആകെ അവർക്ക് ഒരു വെപ്രാളമാകും, അവർക്കൊരു സംഭ്രാന്തി ഉണ്ടാകും സേനാപതി താഴെ വീണാല്. അതുകൊണ്ട് പറയാണ്, നമ്മള് സേനാപതിയെയും നമ്മൾ സംരക്ഷിക്കണം എന്ന്. ഇത് നമ്മളുടെ ഭൗതിക ജീവിതത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മളുടെ നമ്മൾ പൊതുവെ ഇത് ആപ്ലിക്കബിൾ ആണ്. എന്താന്ന് വെച്ചാല് നമ്മളുടെ ബുദ്ധിയാണ് നമ്മളെ ഓരോ ടെംപ്റ്റേഷൻസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ടെംപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാല് ഓരോ നമ്മൾ ആകർഷിക്കുന്ന ഓരോ സാധനങ്ങള് നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഏതാണ്? നമ്മളുടെ ബുദ്ധിയാണ്. അത് നീ ചെയ്യണ്ട, അത് ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെ പറയുന്ന നമ്മളുടെ ബുദ്ധിയാണ്. അപ്പം നമ്മളെ ഈ ടെംപ്റ്റേഷൻസിൽ നിന്ന് മാറ്റുന്നത് നമ്മളുടെ ബുദ്ധിയാണ് മാറ്റുന്നത്. എന്നാലും നമുക്ക് ഇങ്ങനെ ടെംപ്റ്റേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സംഗതി തന്നെ നമ്മൾ എപ്പോഴും അത് തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ബുദ്ധി ക്ഷയിക്കും. എന്നിട്ട് നമ്മൾ ആ ടെംപ്റ്റേഷനിൽ വീണു പോകും. ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തില്? പ്രേരണകൾ അല്ലേ? പ്രേരണകൾ എന്നാണോ? പ്രലോഭനങ്ങൾ. അപ്പൊ ഈ പ്രലോഭനങ്ങള് എപ്പോഴും നമ്മൾ അത് കണ്ടുകൊണ്ട് തന്നെ ഇരുന്നാല്, നമ്മളുടെ മുൻപില് അത് എപ്പോഴും വന്നാല് നമ്മളുടെ ബുദ്ധി അതിൽ വീണു പോകും. അതുകൊണ്ട് ബുദ്ധി നമ്മളെ സംരക്ഷിക്കുകയാണെങ്കിലും നമ്മൾ ബുദ്ധിയും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമ്മൾ കുറേ
പ്രലോഭനങ്ങളിൽ ചെല്ലാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലേ ആ ബുദ്ധിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുറേ എക്സ്പോസ്ഡ് ആകല്ല്, ഈ പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ കുറേ എക്സ്പോസ്ഡ് ആവല്ല്. എക്സ്പോസ്ഡ് ആയാൽ നമ്മളുടെ ബുദ്ധി വീണു പോകും, ബുദ്ധി അതിൽ പെട്ടുപോകും. അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ പ്രലോഭനങ്ങളിൽ പെടാതെ നമ്മൾ ഭാഗവതവും ഭഗവത്ഗീതയും ഭഗവാന്റെ ഭഗവാന്റെ ലീലകളും പിന്നെ ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ജപിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ബുദ്ധി നമ്മളെ സംരക്ഷിക്കും എന്നുള്ളത് ശരിയാണ്, എന്നാൽ ബുദ്ധിയെയും നമ്മൾ സംരക്ഷിക്കണം. നമ്മളുടെ അവബോധത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ബുദ്ധി. പക്ഷെ ആ അവബോധം ബുദ്ധിയെയും ഇൻ ടേൺ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ എങ്ങനെ അവബോധം ബുദ്ധിയെ സംരക്ഷിക്കാൻ പറ്റും? അതാണ് പറയുന്നത്, നമ്മൾ കുറേ പ്രലോഭനങ്ങൾ ഉള്ള സ്ഥലത്ത് പോകാതിരിക്കണം. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള പ്രലോഭനം ഉള്ള ഏരിയാസിൽ നമ്മൾ ചെല്ലാതിരിക്കണം. പിന്നെ നമ്മൾ കുറെ കൂടിയും വായിക്കണം, ആത്മീയ സംഗതികൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾക്ക് ഈ പ്രലോഭനങ്ങളിലൊന്നും വീഴില്ല എന്ന് പറയണം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാണ്. പിന്നെ പറയുന്നത്, ദുര്യോധനൻ വളരെ വാക്ചാതുര്യമുള്ള മനുഷ്യനാണ് അല്ലെ. എല്ലാവരെയും എങ്ങനെ, അതുപോലെ തന്നെ നയതന്ത്രജ്ഞനുമാണ്, ഒരു ഡിപ്ലോമാറ്റാണ്. എല്ലാവരെയും എങ്ങനെ അവരോട് സംസാരിച്ചാൽ അവര് ദുര്യോധനന്റെ ഭാഗത്ത് നിൽക്കും എന്നുള്ളത് നല്ലോണം അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് ദുര്യോധനൻ. ഈ കലികാലത്തില് കാണുന്ന എല്ലാ ക്വാളിറ്റീസും ദുര്യോധനനുണ്ട്. എന്താ വെച്ചാൽ ദുര്യോധനന് കലിയുടെ അംശമായി ആണെന്നാണ് പറയുന്നത്. ഒരു അവതാരമാണ്, കലിയുടെ അവതാരം തന്നെയാണ് ദുര്യോധനൻ എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. കലികാലത്തിന്റെ പ്രത്യേകത എന്താ? വാക്ചാതുര്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ ഈ കാലത്ത്. ആരെ വേണമെങ്കിലും നമുക്ക് വീഴ്ത്താം നമ്മളുടെ വാക്കുകൾ കൊണ്ട്. നല്ലോണം സംസാരിച്ചാൽ ആരെയും വേണമെങ്കിലും നമുക്ക് വീഴ്ത്താൻ പറ്റും. അത് നമ്മളുടെ ശബ്ദ ചാപല്യമാണ്. എന്നാൽ അതിലല്ല കാര്യം ഇരിക്കുന്നത് അല്ലേ, നമ്മൾ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. വെറുതെ നമ്മൾ കുറെ സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നല്ലോണം ധാർമ്മികമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അത് പറയാണ്, ദുര്യോധനന് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയാണ്. ഇപ്പം പർപ്പോട്ടിൻ്റെ അകത്ത് പ്രഭുപാദ് പറയുന്നുണ്ട്, ഭീഷ്മര് ഫുൾ ഫോഴ്സിൽ ഒരു സൈഡിൽ ചെയ്യുമ്പം ബാക്കിയുള്ള സൈഡിൽ കൂടി ശത്രുക്കൾക്ക് കയറി വരാൻ സാധിക്കും. അതുകൊണ്ട് ദുര്യോധനൻ പറയാണ്, എല്ലാവരും ആ മർമ്മസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട്, മർമ്മപ്രധാനമായ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മരെ പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്യുന്ന? പാണ്ഡവര് സൈന്യങ്ങള് അകത്ത് കയറാതെ സംരക്ഷിക്കണം എന്ന് പറയുന്നു. അതുപോലെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ കാര്യവും പറയുന്നുണ്ട്. ഭീഷ്മര് ഒന്നും അതിനെ എതിർത്ത് പറഞ്ഞില്ല. അതുകൊണ്ട് ഇനിയും അതുപോലെ തന്നെ പാണ്ഡവരുടെ അടുത്താണ് ഭീഷ്മരുടെ ഹൃദയം എന്നുണ്ടെങ്കിലും ഭീഷ്മര് അവരെ ഫേവർ ചെയ്യുന്ന പോലെ ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് ദുര്യോധനൻ എന്ന് പറയാണ്. ഭീഷ്മര് 12 മഹാജനങ്ങളുണ്ട്. ആ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മര്. ഈ 12 മഹാജനങ്ങളെ നമ്മൾ ഫോളോ ചെയ്യണം. എന്തിനാ ഈ ഭഗവാനെ ആർക്കും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷേ
കുറച്ചെങ്കിലും അറിയാവുന്നത് ഈ 12 മഹാജനങ്ങളിലാണ്. അത് കാരണം നമ്മൾ ഈ മഹാജനങ്ങളെയാണ് പിന്തുടരേണ്ടത്. അവരുടെ പാതയിൽ കൂടി വേണം നമ്മൾ സഞ്ചരിക്കാൻ. നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ മഹാജനങ്ങൾ എന്താണ് ചെയ്തത് ഇങ്ങനെ ഒരു അവസരത്തിൽ എന്ന് നോക്കിയിട്ട് അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ആരാണ് ഈ 12 മഹാജനങ്ങള്? സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, സ്വയം ജനിച്ചത്, അല്ലാതെ ഒരു അമ്മ ഇല്ലാത്ത, അച്ഛൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ ആണ് സൃഷ്ടിച്ചത് ബ്രഹ്മാവിനെ, അതുകൊണ്ടാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. പിന്നെ നാരദൻ, ശംഭു, കുമാരൻ, 4 കുമാരന്മാര്, കപിലൻ, മനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മൻ, ബലി, വയ്യാസകി എന്ന് പറഞ്ഞാൽ ശുകദേവ് ഗോസ്വാമി, യമരാജനും. ഈ 12 പേരാണ്. അപ്പൊ ഭീഷ്മര് വെറും ഒരു സാധാരണ ആളല്ല, വലിയൊരു യോദ്ധാവാണ്, ഈ മഹാജനങ്ങളിൽ പെട്ടതാണ്. എന്നാലും ഹരികൃഷ്ണ മാതാജി, ആ 12 മഹാജനങ്ങൾ ഒന്നുകൂടി ഒന്ന് പറയൂ പേരുകള്. സ്വയംഭൂ എന്നല്ലെങ്കിൽ ബ്രഹ്മാവാണ് സ്വയംഭൂ. നാരദ, ശംഭു എന്ന് പറഞ്ഞാൽ ശിവൻ, ശംഭു, കുമാര, കപില, മനു, പ്രഹ്ലാദ, ജനക, ഭീഷ്മ, ബലി, വയ്യാസകി അല്ലെങ്കിൽ ശുകദേവ് ഗോസ്വാമി, യമരാജ്. കിട്ടിയോ എല്ലാവരുടെയും പേര്? ഹരേ കൃഷ്ണ മാതാജി, അതിനൊരു ഷോർട്ടായിട്ട് ഇങ്ങനെ വിചാരിച്ചാൽ മതി. S3, പിന്നെ B3, S3, K2 ആൻഡ് JN PY. S3 3 പേര്. S ശുകദേവ് ഗോസ്വാമി, ശിവൻ ആൻഡ് സ്വയംഭൂ മനു. പിന്നെ B3 ഭീഷ്മ, ബ്രഹ്മാവ്, ബലി. ആൻഡ് K2 കപില, പിന്നെ 4 കുമാരന്മാര്. പിന്നെ JN PY, J ജനക, N നാരക, P പ്രഹ്ലാദ, Y യമ. അങ്ങനെ പിടിച്ചാൽ മതി. S3, B3, K2, JN PY. അപ്പൊ 12 പേര് ഷോർട്ടായി. ആ രീതിയിൽ നമുക്ക് എടുത്തു വെക്കാം. ഒന്നും കൂടെ പറയോ? S3, B3 and K2, JN PY. അപ്പൊ S3 ശിവ സ്വയംഭൂ മനു എന്നാണ് കേട്ടോ വരുന്നത്. അത് സ്വയംഭൂ മനു അല്ല, സ്വയംഭൂ മാതാജി പറഞ്ഞത് സ്വയംഭൂ ബ്രഹ്മാവ്, അങ്ങനെ വേറിട്ട് പറഞ്ഞു. ഇത് ഞാൻ ഒറ്റ പേരില് സ്വയംഭൂ മനു S, ശിവ S, ശുകദേവ് ഗോസ്വാമി S. പിന്നെ ബിയില് ബ്രഹ്മാവ് ബലി ഭീഷ്മ, അങ്ങനെ കൊടുക്കുക. ബിയില് ബ്രഹ്മാവ് ബലി ഭീഷ്മ. ബ്രഹ്മാവിന് സ്വയംഭൂ എന്ന് പറയുന്നില്ല, ബ്രഹ്മാവ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. സ്വയംഭൂ മനുവിന് സ്വയംഭൂ മനു എന്ന് ഫുൾ ആയിട്ട് കൊടുക്കുക. അപ്പൊ അത് വേർഡ് അബ്രിവേഷൻ കറക്റ്റ് ആവും. S3, B3, K2, 4 കുമാരന്മാര്, കപില 2. പിന്നെ JN PY, ജനക, നാരദ, പ്രഹ്ലാദ, യമ. ഫിനിഷ്. ഹരേ കൃഷ്ണ. എളുപ്പമായി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി, ഈ 12 മഹാജനങ്ങളിൽ വരുന്ന 12 മഹാജനങ്ങളിൽ 12 മഹാജനങ്ങളിൽ വരുന്ന ജനകൻ എന്ന് പറയുന്നത് സീതാദേവിയുടെ അച്ഛൻ ജനകൻ മഹാരാജാവാണോ മാതാജി? ആണ്. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഭീഷ്മര് വെറും ഒരു ആളല്ല എന്ന് പറയുകയാണ്. പരശുരാമനാണ് ഭീഷ്മരെ പഠിപ്പിച്ചത്, ഈ ആയുധകലയൊക്കെ പഠിപ്പിച്ചത്. ആ പരശുരാമനെ പോലും ഡിഫീറ്റ് ചെയ്തു ഭീഷ്മര്. അത് അറിയാമല്ലോ അല്ലേ ആ കഥ? അമ്പെ ഭീഷ്മര് പോയി അംബികയും അംബാലികയും അവരുടെ സ്വയംവരത്തിന്റെ സ്ഥലത്തുനിന്ന് എടുത്തോണ്ട് വന്നതാണ്. വിചിത്ര വീര്യ എന്ന് പറഞ്ഞ പറഞ്ഞു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. പക്ഷെ ഇന്നലെ വൈകിട്ടാണ് പറഞ്ഞല്ലേ, എല്ലാരും വൈകിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ പരശുരാമനുമായിട്ട് 27 ദിവസം ഫൈറ്റ് ചെയ്തിട്ട് ഒടുക്കം പരശുരാമൻ, ഇന്നലെ പകലും പറഞ്ഞു ഞാൻ, പരശുരാമന് ഒടുക്കം
കീഴടങ്ങി, ഭീഷ്മർ ഡിഫീറ്റ് അംഗീകരിച്ചു. അപ്പൊ അത്രയും പവർഫുൾ ആണ് ഭീഷ്മര്. എന്നിട്ട് ആ ഭീഷ്മര് ആണ് ഇപ്പൊ സേനാപതിയായിട്ട് ഇരിക്കുന്നത്. പക്ഷെ പറയാണ് കുറച്ച് വയസ്സൊക്കെ ആയതല്ലേ, അത് കാരണം ഭീഷ്മരെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളെല്ലാരും എന്ന് ഈ ദുര്യോധനൻ പറയാണ്. പിന്നെ ദ്രൗപദി ചെന്ന് ചോദിക്കുന്നുണ്ടല്ലേ, ഈ സഭയിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ന്യായമാണോ, യുധിഷ്ഠിരൻ തോറ്റിട്ട് എന്നെ പിന്നെ ബെറ്റ് വെക്കാമോ എന്ന് ചോദിക്കുമ്പോഴ് ഭീഷ്മരൊന്നും മിണ്ടില്ല അല്ലെ. ഭീഷ്മര് മിണ്ടും എന്താ പറഞ്ഞ, ശാസ്ത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ കീഴിലാണ് എപ്പോഴും ഭാര്യ. അത് കാരണം ഭർത്താവ് സ്ലേവ് ആയ ഭാര്യ ഓട്ടോമാറ്റിക്കലി സ്ലേവ് ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് ന്യായമാണ്. ഒരാള് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അവകാശമില്ല വേറെ ഒരാളെ ബെറ്റ് വെക്കാൻ എന്ന് പറയുന്നതും ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഹി ഡിഡ്ന്റ് റേസ് ഹിസ് വോയിസ്, പറ്റില്ല, ഇത് ചെയ്യുന്നത് ധർമ്മമല്ല, ഒരു സ്ത്രീയെ ഇതുപോലെ പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല ഭീഷ്മര്. അത് ഒരു തെറ്റ് തന്നെയായിരുന്നു. പിന്നെ ഭീഷ്മര് എന്തുകൊണ്ട് ഈ ഒരു സൈഡിൽ നിന്നു എന്ന് പറഞ്ഞാൽ, ഭീഷ്മര് അത് ചെയ്തത് സ്വന്തം കീർത്തി നോക്കാതെ ഭഗവാന്റെ ഇച്ഛ അതാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ നിന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന് കാണിക്കണമായിരുന്നു, നിങ്ങൾ എത്ര പവർഫുൾ ആണെങ്കിലും അധർമ്മത്തിന്റെ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് ഡിഫീറ്റേ ഉണ്ടാകുള്ളൂ, നിങ്ങൾക്ക് നാശമേ ഉണ്ടാകുള്ളൂ എന്ന് ഭഗവാന് കാണിക്കണമായിരുന്നു. അതിനാണ് ഭീഷ്മരെ ആ ഒരു റോള് കൊടുത്തത് ഭഗവാന്. അങ്ങനെ അല്ല, വേണമെങ്കിൽ ഭീഷ്മർക്ക് പാണ്ഡവരുടെ സൈഡിൽ നിൽക്കാമായിരുന്നു. അത് ചെയ്യാഞ്ഞത് കൃഷ്ണന്റെ പ്ലാൻ ആയിരുന്നു. കൃഷ്ണനാണ് ഓരോ പേർക്കും ഓരോ റോളുകൾ കൊടുത്തത് ആക്ട് ചെയ്യാൻ. അപ്പൊ യുധിഷ്ഠിരനും അങ്ങനെ ഒരു റോൾ എടുത്തതാണ്, നിസ്സഹായനായിട്ട്. അറിയാമായിരുന്നു ഈ ചൂതുകളിയിൽ തോൽക്കും എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരു തവണ തോറ്റതാണ്. അത് കഴിഞ്ഞിട്ട് ദ്രൗപദിയാണ് ധൃതരാഷ്ട്രരുടെ അടുക്കൽ, ധൃതരാഷ്ട്ര ചോദിക്കും, നീ വേണ്ട എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ തരാമെന്ന് പറയുമ്പോൾ യുധിഷ്ഠിരനെ റിലീസ് ചെയ്യണം എന്ന് പറയുന്നത് ദ്രൗപദിയാണ്. അപ്പോഴാണ് ധൃതരാഷ്ട്രർ ഇവരെ എല്ലാരെയും റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് അവര് തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെയും വിളിച്ചു വരുത്തുന്നതാണ്. അപ്പൊ അവർക്കറിയാം തോൽക്കും, ഇനിയും വിളിക്കുന്നത് ഇനിയും തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്നറിയാം. എന്നാലും യുധിഷ്ഠിരൻ ചെല്ലുന്നു ആ ചൂതുകളി, രണ്ടാമത്തെ ചൂതുകളിക്കും ചെല്ലുകയാണ്. അതാണ് അതെല്ലാം ഓരോ റോളുകളാണ്. അത് ഭഗവാന്റെ ഇച്ഛയായിരുന്നു അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ദ്രൗപദി അതും അതവിടെ തെറ്റല്ലേ മാതാജി? അവർക്ക് അറിയാലോ വിളിച്ചു കഴിഞ്ഞാല് തോൽക്കും എന്നുള്ള. ഒരു പ്രാവശ്യം തോറ്റിട്ട് ദ്രൗപദി റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവര് റിലീസായത്. പിന്നെ രണ്ടാമത് തിരിച്ചു പോകുമ്പോ വഴിക്ക് വീണ്ടും വിളിക്കാൻ പറയും. അപ്പൊ ധൃതരാഷ്ട്ര അറിയാതെയാണ് അവര് ആ കോൺസ്പിറസി അവിടെ നടക്കുന്നത്. എന്നിട്ട് രണ്ടാമത് അവര് അവിടെ വന്നിട്ട് വീണ്ടും വിളിച്ചപ്പോ അവര് പകുതി എത്രത്തോളം എത്തിയവര്, എന്നിട്ട് അവര് വീണ്ടും പോണത് അത് തെറ്റല്ലേ യുധിഷ്ഠിരൻ ചെയ്തത്? കാരണം ഒരു പ്രാവശ്യം ഫസ്റ്റ് ചാൻസിൽ അവർക്ക് അറിയാം ശകുനി അവിടെ ഉണ്ട്, അവര് ചാരപ്രവൃത്തിയിലാണ് തോറ്റതെന്ന്. പിന്നെ രണ്ടാമത് വിളിക്കുന്നതിലാണ് വനവാസത്തിന് അവരെ അയക്കുന്നത്. അപ്പൊ ആ സമയത്ത് രണ്ടാമത് എന്തുകൊണ്ട് ചെന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം ഡൗട്ടായിരുന്നാ. ഒരു പ്രാവശ്യം നമുക്ക് തെറ്റുപറ്റി പ്രഭുജി ഹരേ കൃഷ്ണ, ഇതെല്ലാം ഭഗവാന്റെ പരിപാടികളാണ്. ഇതെല്ലാം നമുക്ക് അതറിയാം കറക്റ്റ്. പക്ഷെ ഞാനത് ഹ്യൂമൻ ബീങ്സ്, ആസ് പെർ അവർ ഹ്യൂമൻ ബീങ്സ് ആ സിറ്റുവേഷനിലാണ് ഞാൻ അത് ചോദിച്ചത്. അത് അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ പ്ലാനാണെന്ന് എനിക്കറിയാം. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ഭഗവാനാണെന്നും എനിക്കറിയാം. പക്ഷെ ഞാനത് പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് ആസ് എ ഹ്യൂമൻ റൈറ്റ് ഞാൻ ചോദിച്ചതാ. ക്ഷത്രിയര് ആരെങ്കിലും ചൂത് കളിക്ക് വിളിച്ചാലും അവര് എതിർക്കാൻ പാടില്ല, അവര് അത് യെസ് പറയണം. പിന്നെ
ഒരു യുദ്ധത്തിന് ആരെങ്കിലും വെല്ലുവിളിച്ചാലും അവരത് സ്വീകരിക്കണം. അപ്പൊ ക്ഷത്രിയരുടെ ധർമ്മത്തിൽ പെട്ടതാണ് ഇത് രണ്ടും. യുദ്ധത്തിന് ആരെങ്കിലും വിളിച്ചാലും അവര് അത് സ്വീകരിക്കണം. പിന്നെ ഈ ചൂതുകളിയില് വിളിച്ചാലും അവര് ചൂതുകളിയിലും പങ്കെടുക്കണം എന്നുള്ളത് എന്നാണ് പ്രഭുപാദ് പറയുന്ന എക്സ്പ്ലനേഷൻ. അതുകൊണ്ടാണ് ഈ ചൂതുകളിയില് പങ്കെടുത്തത് എന്നാണ് പറയുന്നത്. ഇപ്പം അത് എനിക്ക് അത്രേ അറിയാവുള്ളൂ കേട്ടോ. അത് പ്രഭുപാദിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്തുകൊണ്ട് രണ്ടാമത് പോയി എന്നുള്ളത്. അപ്പൊ അന്നത്തെ സാഹചര്യം ഇന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അല്ലെ. ആ കാലത്ത് പല സംഗതികളും നടന്നത് നമ്മൾ ഈ കാലത്ത് അത് നമുക്ക് അധർമ്മമായിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ തന്നെ വിചിത്രവീര്യൻ മരിച്ചപ്പോഴ് മക്കളൊന്നുമില്ല അല്ലെ. എന്നിട്ട് ഈ അംബികയ്ക്കും അംബാലികയ്ക്കും കുട്ടികൾ ഉണ്ടാകുന്ന വ്യാസദേവൻ വഴിയാണ്. അത് ഇന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല അല്ലെ. അത് അവര് നല്ലതായിട്ട് കാണില്ല അല്ലെ. പിന്നെ ഈവൻ പാണ്ഡുവിന് പാണ്ഡവന്മാരുണ്ടായത് എങ്ങനെയാണ്? പാണ്ഡുവിന്റെ മക്കളല്ല അല്ലെ ഇവരെല്ലാം ഓരോ ദേവന്മാരുടെ മക്കളാണ്. അതും നമുക്ക് ന്യായീകരിക്കാമോ ഇന്നത്തെ സിറ്റുവേഷനില്? പറ്റില്ല. അത് കാരണം നമ്മള് ആ കാലത്തെ പ്രവൃത്തികള് നമ്മൾ ഈ കാലത്തെ മനസ്ഥിതി വെച്ച് നമുക്ക് അളക്കാൻ പറ്റില്ല. അന്ന് വേറെ ആയിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു ആ അന്നത്തെ സിറ്റുവേഷൻ. അന്നത്തെ കാലത്ത് രാജാക്കന്മാര് അവര് ചൂത് കളിക്കാൻ വിളിച്ച അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്പോർട്ടായിരുന്നു അത്. ആ ഒരു സ്പോർട്ടിന് വേണ്ടി അവരെ വിളിച്ചാല് അവര് വരില്ല എന്ന് പറയുന്ന അവരുടെ ഒരു പോരായ്മയായിട്ട് വരും. അപ്പൊ ഇപ്പോഴ് അവര് തോറ്റു ആദ്യം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിളിക്കുമ്പോൾ അവര് ചെന്നില്ലെങ്കിൽ അല്ലേ പേടിച്ചു തൂറി, അതുകൊണ്ടാണ് നീ വരാത്തത് എന്നുള്ളൊരു ഇത് വരുന്നില്ലേ. അതുകൊണ്ടും കൂടിയാണ് ആ വെല്ലുവിളി അവര് സ്വീകരിച്ചത്. അവർക്കറിയായിരുന്നു അവര് തോക്കും എന്നറിയായിരുന്നു. അതിന് ശരിക്കും ഭീമനും അർജുനനും ഒക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു യുധിഷ്ഠിരൻ. ഇതുപോലെ ഓരോ തവണയും ബെറ്റ് വെച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ അവര് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു യുധിഷ്ഠിരന്റെ അടുക്ക നിർത്തുന്ന. പക്ഷേ യുധിഷ്ഠിരൻ നിർത്തിയില്ല. അതും എന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് ശരിക്കും യുധിഷ്ഠിരൻ നിർത്തണമായിരുന്നു അല്ലെ. ഒരു തവണ തോറ്റു. ഇന്ദ്രപ്രസ്ഥം തന്നെ എല്ലാം എടുത്തു കഴിയുമ്പോഴെങ്കിലും നിർത്താമായിരുന്നു. ഇനി കൂടുതൽ ഇല്ല, ഞങ്ങൾ നിർത്തി എന്ന് പറയായിരുന്നു. പക്ഷെ ചെയ്തില്ല. ആ കളിയുടെ ആ ഇതില് അങ്ങനെ പോയി. അത് യുധിഷ്ഠിരന് പറ്റിയ തെറ്റാണോ അതോ ആ ധർമ്മം ആണോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതെന്ന് എനിക്കറിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നായിരിക്കും വേണ്ടത്. ഹരേ കൃഷ്ണ മാതാജി. അങ്ങനെയാച്ചാ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവില്ല, നമ്മൾക്ക് ഇതൊന്നും പഠിക്കാനും പറ്റില്ല. അതാണ് സത്യം. അത് ശരിയാണ്. പ്രഭുവും പറഞ്ഞ പോലെ ഇതെല്ലാം ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് അവരുടെ ബുദ്ധി യുക്തിയൊന്നും ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാല് ആ സമയത്ത് പരമാത്മാവായിട്ട് ഭഗവാൻ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതുമാണല്ലോ. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ദുര്യോധനന് ഒരു ഡ്രസ്സും ഇടാതെ അമ്മയുടെ മുമ്പിൽ പോകണം എന്ന് പറഞ്ഞപ്പോഴ് ഭഗവാൻ പറഞ്ഞു, അയ്യേ നാണക്കേടല്ലേ അമ്മയുടെ മുമ്പേ അങ്ങനെ പോകുന്നത്, ഒന്നുമില്ലെങ്കിൽ നീ ഒരു ചമച്ചെങ്കിലും ഇട്ടോണ്ട് പോ എന്ന് പറഞ്ഞു. അപ്പോഴ് അത് പറഞ്ഞ ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടോണ്ട് പോയി. എന്നിട്ട് വിചാരിക്കും അമ്മയുടെ മുമ്പേ പോകുമ്പോ ഞാൻ അത് ഊരാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ വെച്ച് അത് ഓർത്തേയില്ല അങ്ങനെ മാറാന്. അതൊക്കെ ഭഗവാന്റെ ഒരു ലീല തന്നെയാണ് അല്ലെ. അങ്ങനെ ആ മറവി വരാനും എല്ലാം കാരണം ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഈ ഫുൾ മഹാഭാരതം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഭഗവാന്റെ ഡയറക്ഷൻ, ഭഗവാന്റെ നാടകം തന്നെയാണ് അല്ലെ. അത് ബാബ്രിക്കയും പറയുന്നുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പം അർജുനനും ഭീമനും കൂടി തമ്മി പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നത്. അങ്ങനെ അവരിങ്ങനെ പറയുമ്പം കൃഷ്ണൻ പറയും, ബാബ്രിക്കയുടെ അടുക്ക ചോദിക്കും, ബാബ്രിക്ക എല്ലാം കണ്ടുകൊണ്ടിരുന്നല്ലേ എന്ന്. അപ്പൊ ബാബ്രിക്ക എന്താണ് പറയുന്നത്, ഞാൻ നോക്കുമ്പോ ഈ യുദ്ധക്കളത്തിൽ ഞാൻ കൃഷ്ണനെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ, കൃഷ്ണനാണ് എല്ലാം ചെയ്തത്,
ബാക്കി എല്ലാവരും വെറും ഇൻസ്ട്രുമെന്റ്സ് മാത്രമായിരുന്നു. അതാണ് ഭഗവാന് 11ാമത്തെ ചാപ്റ്ററിലും പറയുന്നുണ്ട് അല്ലെ ഭഗവത്ഗീതയില്, ഞാൻ ഓൾറെഡി ഇവരെ എല്ലാരെയും കൊന്നു കഴിഞ്ഞു, നീ എൻ്റെ ഇൻസ്ട്രുമെന്റ് മാത്രമാകുക എന്ന് പറയുന്നുണ്ട് അർജുനനോട്. അതാണ് നടന്നത്. ഈ എല്ലാ സംഗതികളും ഭഗവാൻ എല്ലാം ചെയ്തു. ഇവര് വെറുതെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമേ ആയിരുന്നുള്ളൂ. യുധിഷ്ഠിരനാണെങ്കിലും ദുര്യോധനനാണെങ്കിലും എല്ലാവരും വെറും അതിന് ഒരു ആക്ട് ചെയ്തതേ ഉള്ളൂ. അവര് നിന്നു കൊടുത്തതാണ് എല്ലാത്തിനും. അതാണ് ഭീഷ്മർക്ക് വേണമെങ്കിൽ പാണ്ഡവരുടെ സൈഡ് എടുക്കാമായിരുന്നു. അത് ചെയ്യാത്തത് അതും ഭഗവാന്റെ ഇച്ഛയായിരുന്നു, അങ്ങനെ എടുക്കല് എന്നുള്ളത്. കർണന്റെ അടുക്കൽ കൃഷ്ണൻ ചെന്ന് ചോദിക്കും, നീ പാണ്ഡവരുടെ സൈഡിൽ വാ, നീ എന്തിനാ ദുര്യോധനന്റെ സൈഡിൽ നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് മാറ്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ രാജ്യം ഭരിക്കാം, യുധിഷ്ഠിരനേക്കാൾ മൂത്തതല്ലേ, അപ്പൊ നിനക്ക് ഈ രാജ്യം കിട്ടും, അതുകൊണ്ട് ഈ സൈഡിൽ വാ എന്ന് പറഞ്ഞു. എന്നാൽ ഭഗവാന് ഉള്ളിൽ നിന്ന് കർണൻ വരണ്ടാന്ന് തന്നെയായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് കർണന് ഇല്ല എന്ന് പറഞ്ഞത്. അതും ഭഗവാന്റെ ഇച്ഛ തന്നെയായിരുന്നു, കർണൻ നോ പറയണം എന്നുള്ളത്. ഇതെല്ലാം ഭഗവാൻ ചെയ്തത് തന്നെയാണ്. കർണന് ഓരോ ശാപങ്ങൾ കിട്ടുന്നതും എല്ലാം അതെല്ലാം കൃഷ്ണന്റെ തന്നെ ഡൂയിങ് ആണ് അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഇന്നലത്തെ ഒരു പോയിന്റിൽ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ ഒരു ഭാഗം. മാതാജി പറഞ്ഞതാണ്, അതില് നമ്മുടെ ശിഖണ്ഡിനി വനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുബേരന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള യക്ഷൻ, അതിന്റെ പേര് സ്തൂണാകർണനാണ്. ഈ സ്തൂണാകർണൻ അവരുടെ യക്ഷന്റെ ലോകത്തുനിന്ന് എന്തോ പനിഷ്മെന്റ് കിട്ടിയിട്ടാണ് ഒരു നിധി കാക്കുന്ന ഒരു സ്ഥലത്തേക്ക് യക്ഷനെ പനിഷ്മെന്റ് ആ സ്തൂണാകർണനെ വിടുന്നതാണ്. അവിടേക്ക് വിട്ടിട്ട് ഇത്രയും കാലത്തോളം അവനത് ഒബ്സർവ് ചെയ്തിരിക്കണം എന്ന് പറയാണ്. ആ സമയത്താണ് ശിഖണ്ഡിനി ഹിരണ്യവർമ്മന്റെ ആൾക്കാർ അവിടെ വന്നപ്പോ ശിഖണ്ഡിനി അവിടെ നിന്ന് ഓടിപ്പോണത്. എന്നിട്ട് ശിഖണ്ഡിനി ആ വനത്തിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ ഇന്ന സ്ത്രീയുടെ രൂപമാണ്, പുരുഷന്റെ മനസ്സാണുള്ളത്. അപ്പോ തന്റെ കല്യാണം കഴിച്ച പെണ്ണ് അറിയുകയും ചെയ്തു, ഇനി എന്റെ ശരിക്ക് എന്താ പറയാ സ്ത്രീത്വം പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ വെച്ചിട്ട് അത് വനത്തില് ആത്മഹത്യ ചെയ്യാൻ നോക്കുകയാണ്, സൂയിസൈഡ്. അപ്പോഴാണ് ഈ കുബേരന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ യക്ഷൻ സ്തൂണാകരനെ കാണുന്നത്. അദ്ദേഹം പനിഷ്മെന്റ് കിട്ടിയിട്ട് ഭൂമിയിൽ വന്നിട്ട് ആ വനത്തില് കുബേരൻ കൊടുത്തിട്ടുള്ളതാണ് ആ ഒരു നിധി കാക്കാനുള്ള ഒരു എന്തോ ഒരു അവരുടെ അവിടുത്തെ ഒരു നിധി കാക്കുന്ന ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ നീ എന്താ ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സ്ത്രീ ആയിട്ടാണ് ജീവിച്ചത്, പക്ഷെ എനിക്ക് പുരുഷന്റെ മനസ്സാണ്, ഇനി ഞാൻ ഒരു സ്ത്രീനെ വിവാഹം കഴിച്ചു, അപ്പൊ അവരുടെ അച്ഛനും ആൾക്കാർ ഹിരണ്യവർമ്മന്റെ ആൾക്കാർ വീട് വളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്, ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിനക്ക് ഇതിനുള്ള പോംവഴി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പോംവഴി ഒന്നുമില്ല, എനിക്ക് ഒരു പുരുഷനാവണം. അങ്ങനെയാണ് സ്തൂണാകർണന്റെ പുരുഷത്വം ശിഖണ്ഡിനിക്ക് കൊടുത്തിട്ട് ശിഖണ്ഡിനിയുടെ സ്ത്രീത്വം സ്തൂണാകർണനെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണത്. അങ്ങനെയാണ് വരണത്. അതിന് ശേഷമാണ് കുബേരൻ വന്നിട്ട് ഇവരുടെ യക്ഷന്റെ ലോകത്തുനിന്ന് കുബേരൻ വരികയാണ്. ഇത്രയും നാളായിട്ട് യാതൊരു വിവരവും ഇല്ല, വനത്തിൽ വന്ന് നോക്കുമ്പോ ഇവൻ സ്ത്രീ ആയിട്ടിരിക്കണു കാണുന്നു ആര്യ സ്തൂണാകർണൻ. അപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അതിനെ വീണ്ടും ശപിക്കുന്നത് മാതാജി പറഞ്ഞ പോലെ. ഹരേ കൃഷ്ണൻ ജസ്റ്റ് അതിന്റെ പേര് സ്തൂണാകർണൻ എന്നാണ്. സ്തൂനാന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് എവിടെ കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ട്. സ്തൂനാകർണൻ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അപ്പം ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അപ്പം അധർമ്മത്തിന്റെ സൈഡിൽ നമ്മൾ നിന്നാല് എത്ര വലിയ കേമനാണെങ്കിലും എത്ര പവർഫുൾ ആണെങ്കിലും നമ്മൾക്ക് നാശമേ ഉണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ ഭീഷ്മര് ഭയങ്കര പ്യോർ ഭക്തനാണ് കൃഷ്ണന്റെ. ആ ഭീഷ്മരെ ആ ഒരു റോളിൽ ഇരുത്തി കാണിച്ചു തരികയായിരുന്നു ഭഗവാന്, നമ്മള് എത്ര പവർഫുൾ ആണെങ്കിൽ കൂടി നമ്മൾക്ക് നാശം വരും എന്ന് കാണിക്കുകയാണ്. പിന്നെ ദ്രൗപദിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നതും കാണിക്കുകയാണ്. എത്രേ വലിയ ആൾക്കാരുടെ സംരക്ഷണത്തിലായിരുന്നു ദ്രൗപദി അല്ലെ. 5 പാണ്ഡവന്മാര് ഒന്നിനേക്കാളും കേമനായിട്ടുള്ള 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും നിനക്ക് ആവശ്യം വന്നപ്പോഴ്
ഭഗവാനേ ഉള്ളൂ എന്ന്. ഒരു ഭക്തന് ഈ ലോകത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും, ഈ ഷെൽട്ടർ ഒന്നും വർക്ക് ചെയ്യില്ല. അവസാനം ഭഗവാൻ മാത്രമേ നമ്മളെ സംരക്ഷിക്കാനുള്ളൂ എന്ന് കാണിക്കുകയാണ് അല്ലേ. ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ കൊറോണ വന്ന സമയത്ത് ഹസ്ബൻഡ് മാത്രമേ ഇവിടെ, ഞാന് UAE-ല്. അപ്പൊ കൊറോണയാണ്, അപ്പം ഹസ്ബൻഡിന് ആരുമില്ലല്ലോ, കൊറോണ വന്നാലോ എന്നൊക്കെ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു. ശരിക്കും അതൊക്കെ മണ്ടത്തരമാണ്. നമുക്ക് ആരെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അത് ഭഗവാന് മാത്രമേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര കുഞ്ഞുങ്ങൾ, പേരൻസ് നോക്കി നിൽക്കുമ്പം കുഞ്ഞുങ്ങൾ മരിക്കുന്നു അല്ലേ. അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അവരെ എന്തൊക്കെ ചെയ്താലും ഭഗവാന് തീരുമാനിച്ചു അവരെ കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ അൾട്ടിമേറ്റ് ഷെൽട്ടർ, ആശ്രയം എന്ന് പറയുന്നത് ഭഗവാനാണ് എന്ന് കാണിക്കാനാണ് ഈ ദ്രൗപദിയുടെ ഈ ഒരു വസ്ത്രാക്ഷേപവും. ടു ഷോ അസ് ഭഗവാനേ ഉള്ളൂ നമ്മൾക്ക് ആശ്രയമായിട്ട്. അല്ലാതെ നമ്മൾക്ക് വേറെ എന്തൊക്കെ ഷെൽറ്റേഴ്സ് ഈ ഭൂമിയിൽ, ഈ ഭൗതിക ലോകത്തുണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും നമ്മളുടെ പ്രൊട്ടക്ഷന് വരില്ല എന്ന് കാണിക്കുകയാണ്. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. 12ാമത്തെ ശ്ലോകം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. ആര് ചൊല്ലുന്നു? സീതാലക്ഷ്മി ചൊല്ലു ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ സഞ്ജയനൻ ഹർഷം കുരുവൃത്ത പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുഷമ നായർ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്യ സംജനയൻ ഹർഷം കുരുവൃത്ത പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ മാതാജി. ചസ്നി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ സംജയൻ ഹർഷം കുരുവൃത്ത പിതാമഹഃ സിംഹനാദ വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ആരാണ്? അംബിക. അംബിക. കഴിഞ്ഞവണയും കിട്ടിയില്ല അല്ലേ ചാൻസ്? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. തസ്യ സംജനയൻ ഹർഷം കുരുവൃന്ദ പിതാമഹഃ സിംഹനാദം വിനോദ്യ ശംഖം ദദ്മ പ്രതാപവാൻ. ഇത് വായിക്കട്ടെ മാതാജി? വായിച്ചോളൂ. പ്രതാപവാൻ, പ്രതാപശാലിയും കുരുവൃന്ദ, കുരുക്കളിൽ മൂത്തവനുമായ പിതാമഹഃ മുത്തച്ഛൻ. തസ്യ അദ്ദേഹത്തിനു ദുര്യോധനനു ഹർഷം സന്തോഷം സംജനയൻ ജനിപ്പിച്ചുകൊണ്ട് ഉറക്കെ സിംഹനാദം വിനദ്യ സിംഹത്തിൻ്റെതുപോലുള്ള തന്റെ ശബ്ദം ധ്വനിപ്പിച്ചു. പിന്നെ ശംഖം ദദ്മൗ ഊതി വിവർത്തനം. അപ്പോൾ പരാക്രമിയും ഗുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനനും ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ടു തന്റെ ശംഖുമെടുത്ത് ഊതി. വായിക്കണോ? അതായത് ഭാവാർത്ഥം. ഭാവാർത്ഥം വേറൊരാളും കൂടെ വായിക്കട്ടെ. ഒരു ആൾക്കും കൂടെ ചാൻസ് കൊടുക്കാം. ശോഭന രവി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുപാദ കി ജയ്. ഭാവാർത്ഥം. അതിനു മുൻപ് അതിന്റെ മറ്റേ അർത്ഥം
അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെയുള്ള ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്റെ ശംഖമെടുത്ത് ഊതി. ഭാവാർത്ഥം: കുരുപിതാമഹന് പൗത്രന്റെ അന്തർഗതമറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്റെ സിംഹോപമ പ്രതാപത്തിന് ഒത്തവിധം ആർത്ത് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകയാൽ ഈ യുദ്ധത്തിൽ വിജയം പ്രതീക്ഷിക്കാൻ വയ്യെന്ന് വിഷാദഗ്രസ്തനായ ദുര്യോധനന് ശംഖിന്റെ പ്രതീകത്തിലൂടെ ഭീഷ്മർ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ്. അത് നിറവേറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ കഴിഞ്ഞ വേഴ്സിൽ കൊണ്ട് ദുര്യോധനന്റെ സംഭാഷണം തീർന്നു. ഇനി ഇവിടെ നമ്മള് ഈ സംഭാഷണങ്ങളെല്ലാം തീർന്ന് ആക്ഷനിലോട്ട് കയറുകയാണ്, പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഡിസ്കഷൻ വരും. പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ദുര്യോധനൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിതാമഹനായ ഭീഷ്മര് ശംഖൂതുകയാണ്. അപ്പം ഇനി മതി, ഇത്രയൊക്കെ വർത്താനം പറഞ്ഞ മതി, ഇനി നമുക്ക് ആക്ഷനിലോട്ട് കടക്കാം എന്നുള്ള ഒരു ഇതിലൂടെ പറയാണ്. ഭീഷ്മര് ശംഖൂതുകയാണ്. അപ്പം ഭീഷ്മരെ ഡിസ്ക്രൈബ് ചെയ്യാൻ 3 ഇതാണ് പറയുന്നത്. കുരുവൃത്ത, കുരുക്കളുടെ ഏറ്റവും മൂത്ത ആള് കുരുവൃത്തൻ, പിതാമഹൻ അവരുടെ എല്ലാവരുടെയും ഗ്രാൻഡ് ഫാദർ, പിന്നെ പ്രതാപവാൻ വളരെ പ്രതാപശാലിയായ, എന്നിങ്ങനെ 3 ഡിസ്ക്രൈബേഴ്സ് ആണ് ഭീഷ്മർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് എങ്ങനെ തരത്തിലുള്ള ശംഖ്, എങ്ങനത്തെ ശബ്ദമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയത്? സിംഹനാദത്തിൻ പോലെ, സിംഹത്തിന്റെ അലർച്ച പോലെയുള്ള ശബ്ദത്തോടെയാണ് ശംഖൂതിയത്. ഇപ്പൊ ഈ പറയുന്നത് എത്ര അതില് കറക്റ്റാണ് ഇജെന്ന് എനിക്കറിയില്ല. ഏകദേശം 460 വയസ്സായിരുന്നു ആ സമയത്ത് ഭീഷ്മർക്ക്. എന്നാലും അത്ര എൽഡർലി ആയിരുന്നെങ്കിലും ശോഷിച്ച ശരീരമൊന്നുമല്ലായിരുന്നു, വളരെ ഫിറ്റായിരുന്നു. ആ സമയത്തും അത്രയും വയസ്സിലും ഏറ്റവും വളരെ വലിയൊരു യോദ്ധാവ് തന്നെയായിരുന്നു. പിന്നെ പറയുന്ന ഈ ശംഖനാദം ഒരു സിംഹത്തിന്റെ ഗർജനം പോലെയായിരുന്നു എന്ന്. ഓരോ പേര് ശംഖ് ഊതുന്നത് അവരുടെ ക്വാളിറ്റി, അവരുടെ ക്വാളിറ്റിയെ കാണിക്കും. ഇപ്പം ഈ ഭീഷ്മരുടെ ശംഖ് ഊതുമ്പോൾ ഒരു ലയണിന്റെ ശബ്ദം പോലെ ആണ് വന്നത്. അപ്പൊ അത് കാണിക്കുന്നത് ആരാ ഊതുന്നെന്ന് വെച്ചാല് അവരുടെ ശക്തി, അവരുടെ ക്വാളിറ്റീസ് ആണ് കാണിക്കുന്നത് അവരുടെ ശംഖ് ഊതുന്നതിൽ കൂടി. അപ്പൊ പറയുന്നു ദുര്യോധനന് ഇത് കേട്ടപ്പോൾ ദുര്യോധനന് ഭയങ്കര സന്തോഷം വന്നു എന്ന്. എന്നുവെച്ചാൽ ദുര്യോധനന് ആകെ കുറച്ച് സംഭ്രമമായിരുന്നു അല്ലെ, പാണ്ഡവരുടെ സൈന്യം കാണുമ്പോൾ. അത്രയും സൈന്യത്തെ, ഒന്നാമത് 7 അക്ഷൗഹിണിയൊക്കെ അവർക്ക് സംഘടിപ്പിക്കാൻ പറ്റും എന്ന് ദുര്യോധനൻ കരുതിയില്ല. എന്താണെന്ന് വെച്ചാൽ അവര് അത്രയും നാള് 13 വർഷം അവര് വനത്തിലായിരുന്നു. അവർക്ക് ഒരു ഇതുമില്ല, കാശും ഒന്നുമില്ല. എന്നുവെച്ചാൽ അതെല്ലാം ഇവര് എടുത്തു. അവരുടെ രാജ്യവും അവരുടെ പണവും എല്ലാം തട്ടിയെടുത്തിട്ടാണ് അവരെ വിട്ടത്. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഈ 7 അക്ഷൗഹിണി സൈന്യത്തെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദുര്യോധനൻ. അപ്പൊ ദുര്യോധനന് വിചാരിച്ചു വളരെ ഈസി ആയിട്ട് അവരെ തോൽപ്പിക്കാം എന്ന് കരുതിയിരുന്നു.
അതുകൊണ്ട് തന്നെ ഇതിന്റെ തലേ ദിവസം, ഈ വോർ തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഉല്ലൂക്ക എന്ന് പറയുന്നത് ശകുനിയുടെ മകനാണ്. ഉല്ലൂക്കെ പറഞ്ഞു വിടും അവരുടെ ശിബിരത്തില്. എന്നിട്ട് അവിടെ ചെന്ന് അർജുനനെയും ഭീമനെയും എല്ലാം കളിയാക്കും. അവര് അജ്ഞാന കാലത്ത് ഒരു 12 കൊല്ലം വനത്തിലും 13ാമത്തെ കൊല്ലം അവര് അജ്ഞാത വേഷം കെട്ടണം. എന്ന് പറഞ്ഞാൽ അവര് ഡിസ്കൈസിലായിരിക്കണം. അവരെ കണ്ടുപിടിക്കാൻ പാടില്ല. ദുര്യോധനന്റെ പാർട്ടിക്കാർ അവരെ കണ്ടുപിടിച്ചാല് പിന്നെയും 12 വർഷം അവര് വനത്തിൽ പോകണം. എന്നിട്ട് പിന്നെയും 13ാമത്തെ വർഷം അവര് പിന്നെയും ഇതുപോലെ അജ്ഞാതരായിട്ട് കഴിയണം. അപ്പൊ അവര് 13ാമത്തെ വർഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവര് പല വേഷങ്ങളിലൂടെ അവര് മത്സ്യരാജ്യത്തിലെ രാജാവായ വിരാടന്റെ അടുത്താണ് ചെല്ലുന്നത്. അപ്പൊ വിരാടിനും അറിയുന്നില്ല ഇവര് പാണ്ഡവരാണ് എന്നുള്ളത്. അപ്പൊ അതില് യുധിഷ്ഠിരൻ ഈ രാജാവിനെ രസിപ്പിക്കാൻ വേണ്ടി ഈ ചൂതുകളി അങ്ങനെ ഓരോ ഇത് വെച്ച് എന്റർടൈൻ ചെയ്യുന്ന ജോലി എടുത്തു. ഭീമനാണെങ്കിൽ അവിടുത്തെ കുക്കായിട്ട് വർക്ക് ചെയ്തു. അർജുനന് ഒരു പെൺവേഷം കെട്ടി രാജാവിന്റെ മകളായ ഉത്തരെ ഡാൻസ് പഠിപ്പിക്കുന്നു. പിന്നെ സഹദേവന് ഈ പശുക്കളെ മേയ്ക്കുന്നതും, പിന്നെ നകുലന് ഈ ഹോസസിനെ കുതിരയെ സംരക്ഷിക്കുന്ന ആളുമായി. അങ്ങനെ പിന്നെ ദ്രൗപദി ആണെങ്കിൽ രാജ്ഞിയുടെ തോഴിയായിട്ടും രാജ്ഞിയുടെ മെയ്ഡ് സെർവൻ്റ് ആയിട്ടുമായിരുന്നു പണിയെടുത്തിരുന്നത്. അപ്പൊ ഭീമന് നീ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരുന്നല്ലേ, എച്ചിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ആളല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അർജുനന്റെ അടുക്ക നീ ആണും പെണ്ണും അല്ലാതെ ഇന്നല്ലേ എന്നൊക്കെ കുറെ കളിയാക്കി. അപ്പോഴ് ഇവർക്കൊക്കെ ദേഷ്യം വന്നു. അവരെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അത് പറഞ്ഞത്. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈറ്റ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ജയിക്കുന്നതിൻ്റെ അകത്ത് ഒരു സുഖമില്ലല്ലോ. അപ്പൊ അവര് കുറച്ച് എതിർക്കുകയും കൂടെ വേണ്ടേ. ഈ WWF കളിക്കുന്നവരും അങ്ങനെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഇങ്ങനെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ദേഷ്യം കൂട്ടാൻ വേണ്ടി. അപ്പൊ അവര് ഫൈറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര കുറച്ചും കൂടെ ശക്തിയോടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ പാണ്ഡവര് കുറച്ചെങ്കിലും ഒരു എതിർക്കണ്ടേ. അത്ര എളുപ്പത്തിൽ വിക്ടറി വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം അർജുനൻ പറയും, നാളെ ഞാന് യുദ്ധ സമയത്ത് എൻ്റെ ഗാന്ധീവം ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു വിടും. അങ്ങനെ വിചാരിച്ചത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴ് പാണ്ഡവരുടെ സൈന്യം കാണും. അവിടെ വളരെ നല്ലോണം അറേഞ്ച് ചെയ്തിരിക്കുന്നു ആ വ്യൂഢം. അത് കാണുമ്പോഴ് ദുര്യോധനന് കുറച്ച് പേടിയായി തുടങ്ങി. അങ്ങനെ പോയി ദ്രോണാചാര്യരുടെ അടുക്ക ഈ ഇതെല്ലാം പറഞ്ഞത്. അവിടെ അവര് കണ്ടില്ലേ, ദ്രുപദന്റെ മകൻ, നിങ്ങൾ പഠിപ്പിച്ച ദ്രുപദന്റെ മകനാണ് അത് ആ വ്യൂഹം സന്നാഹം ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദ്രോണാചാര്യരെ ഇൻസൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മനസ്സിലാക്കുന്നു പിതാമഹനായ ഭീഷ്മർക്ക് മനസ്സിലാകുന്നു ഉള്ളില് ഭയങ്കര ഭയമുണ്ട് ദുര്യോധനനെന്ന്. അപ്പം ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് വളരെ വലിയ ശബ്ദത്തോടുകൂടി സിംഹത്തിന്റെ അലർച്ച പോലെ ഈ ശങ്കൂതിയത്. ദുര്യോധനന് കുറച്ച് സമാധാനം കൊടുക്കാൻ വേണ്ടി. അതിൻ്റെ ഒപ്പം പറയാണ്, എന്തായാലും കൃഷ്ണൻ പാണ്ഡവരുടെ സൈഡിലായോണ്ട് പാണ്ഡവർക്ക് മാത്രമേ വിജയം ഉണ്ടാകുള്ളൂ. എന്നാൽ പോലും നമ്മളുടെ കർത്തവ്യമാണ്, ഞാൻ ഈ സൈഡിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ കർത്തവ്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഫുൾ സ്ട്രെങ്തോട് കൂടി എൻ്റെ ഫുൾ ആത്മാർത്ഥതയോടെ തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ശംഖനാദം ഊതിയത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ നമ്മൾക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുകയാണ്, ഇത് ചെയ്യുക, അതിനകത്ത് കുറെ അത് ചെയ്താലുള്ള ഒക്കെ പറയും.
എന്നിട്ട് ഒരാള് ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷെ നമ്മൾ ചിന്തിക്കല് നമ്മൾ പറഞ്ഞുകൊണ്ട് അതിൽ അവര് അതിൽ വീണിട്ടാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് നമ്മൾ കരുതണ്ട. ചിലപ്പോ അവര് ആ ജോലി ചെയ്തേക്കും, പക്ഷെ അവരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ വേറെ റീസൺ കൊണ്ടായിരിക്കും അവര് നമ്മൾ പറയുന്ന പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ നമ്മള് കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല നമ്മൾ പറഞ്ഞ വാക്കിന്റെ മേലാണ് അവര് വർക്ക് ചെയ്യുന്നത് എന്ന്. അവര് അവരുടെ ഓൺ റീസൺസ് കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അത് കാരണം നമ്മൾ അങ്ങനെ അവരുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നമ്മള് മുന്നേ കാണാൻ പാടില്ല എന്ന് പറയാണ്. ഭീഷ്മര് ഹോൾ ഹാർട്ടഡ് ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു. എല്ലാ ഫുൾ മനസ്സോട് കൂടി തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ ദുര്യോധനനെ രാജാവാക്കാൻ ഉള്ള ഉദ്ദേശത്തിലല്ല ചെയ്തത്. അത് വേറെ പരമമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചെയ്തത്. ആ പരമമായ ലക്ഷ്യം എന്തായിരുന്നു? കൃഷ്ണന്റെ ഇച്ഛയാണ് ഈ വോർ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഭീഷ്മര് ഫൈറ്റ് ചെയ്തത്. അല്ലാതെ ദുര്യോധനനെ രാജാവാക്കാൻ വേണ്ടി ഉള്ള റീസൺ അല്ല ചെയ്തത്. ഹരേ കൃഷ്ണ. ആരോ എന്തോ സംശയം ചോദിച്ചോ? ഓക്കെ. ഇനി നമ്മൾ കണ്ടത് ഈ കോൺഷൽ. ഞാൻ പറഞ്ഞു ഓരോ പേര് ഓരോ തരത്തിലാണ് സൗണ്ട് സൗണ്ട് ഇടുന്നത്. ഇപ്പം ഭീഷ്മര് കോൺഷൽ യൂസ് ചെയ്ത ഒരു ലയണിന്റെ റോർ പോലെയായിരുന്നു. അത് ഭീഷ്മരുടെ സ്വഭാവത്തെയുമാണ് കാണിക്കുന്നത്. വളരെ ഒരു ലയണിന്റെ പവറാണ് ഭീഷ്മർക്കുള്ളത്. പിന്നെ വേറൊന്ന് നമ്മൾ കാണുന്ന പറയൂ. ശകുനിയുടെ മകന്റെ പേരെന്താ പറഞ്ഞത്? ഉല്ലൂക്ക. അപ്പൊ നമ്മൾ ഈ കോൺഷൽ എന്ന് പറഞ്ഞാൽ ശംഖ് നമ്മള് ആരതിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് നമ്മൾക്ക് മംഗളകരമായ സംഗതികൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും കോൺഷല് ശംഖ് ഊതാറുണ്ട്. അത് ഈ ഈവിൾ ആയിട്ടുള്ള ഫോഴ്സസിനെ എല്ലാം, ആസുരികമായ ശക്തികളൊക്കെ അവിടെ ഉള്ളതിനെ എല്ലാം കളയാൻ വേണ്ടിയാണ് നമ്മൾ കോൺഷല് യൂസ് ചെയ്യുന്നത്. അത് വേദിക്കൊരു സിസ്റ്റമാണ്. നമ്മൾ എല്ലാ മംഗളകരമായ സംഗതികൾക്ക് മുമ്പും നമ്മൾ ഈ ശംഖൂതണം എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ മോഡേൺ സയൻസിന് അത് എന്തിനാണ് എന്ന് ന്യായീകരിക്കാൻ പറ്റില്ലായിരിക്കും. ഇങ്ങനെ ഈവിൾ ഫോഴ്സസിനെ കളയാനാണ് എന്നൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇത് പല വേദിക് പ്രാക്ടീസസ് നമ്മൾ ചെയ്യുന്നതും അതിൻ്റെ പിന്നില് ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുറേ നമുക്ക് അതുപോലത്തെ ട്രഡീഷൻസ് ഉണ്ട് അല്ലേ. നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നു. അത് എന്തിനാ വിളക്ക് കൊളുത്തുന്ന എന്നൊക്കെ ഇപ്പൊ മോഡേൺ പിള്ളേര് ചോദിക്കും അല്ലെ. കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് എന്താ അർത്ഥം ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ അകത്തൊക്കെ അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ് വേദങ്ങളിൽ ഇങ്ങനത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് മോഡേൺ സയൻസിന് ചിലപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ അറിയില്ലായിരിക്കും. എന്ന് വെച്ചോണ്ട് അത് തെറ്റാണ്, ഈ കസ്റ്റംസ് ഒക്കെ തെറ്റാണ്, അതിലൊന്നും എനിക്ക് ബിലീഫ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ മലം എല്ലാം നമ്മൾ നിഷേധിക്കുന്നു അല്ലെ. വേദിക് കൾച്ചറിൽ നമ്മൾ മലമൊക്കെ മോശമായ കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അത് ഒരിക്കലും ശുദ്ധമായ സംഗതികൾക്ക് ഉപയോഗിക്കില്ല. എന്നാൽ പശുവിന്റെ മലമല്ലേ ചാണകം, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഓസ്പിഷ്യസ് ആണ്. എല്ലാ
നല്ല മംഗളകരമായ സംഗതികളിലും നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അതെന്താ അങ്ങനെ പശുവിന്റെ മാത്രം യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കുക. നമുക്ക് അത് വേദിക് കൾച്ചറിലുള്ളതാണ് അത് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ പതുക്കെ പതുക്കെ കണ്ടുപിടിക്കുന്നുണ്ട് സയന്റിസ്റ്റും അതിന്റെ ഗുണങ്ങള്, ചാണകത്തിന്റെ ഗുണങ്ങള് അവര് ഇപ്പം പറയുന്നുണ്ട്, അത് എന്തൊക്കെയാ അതിന് ബെനിഫിറ്റ്സ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ അത് അവര് കണ്ടുപിടിച്ചിട്ടില്ലാത്തതും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുകയാണ്. അത് നമ്മളുടെ മെറ്റീരിയലായിട്ടും നമ്മളുടെ ഭൗതിക ആരോഗ്യത്തിനും നമ്മുടെ സ്പിരിച്വൽ ആത്മീയമായ ആരോഗ്യത്തിനും അത് നല്ലതാണ്, ഇങ്ങനെ വേദിക് പ്രാക്ടീസസ് എല്ലാം ഫോളോ ചെയ്യുന്നത്. എസ്പെഷ്യലി ഈ കാലത്ത് കൊറോണ തിരിച്ചു വന്നു അല്ലേ, കൊറോണ തിരിച്ചു വരുന്നു. അങ്ങനത്തെയൊക്കെയുള്ള കാലത്ത് നമ്മൾ ഈ വേദിക് പ്രാക്ടീസസ് ഒന്നും നമ്മൾ മാറ്റിവെക്കല്. ഇതിൻ്റെ അകത്തൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല, ഇതൊക്കെ പഴയ കാലത്തെ ആൾക്കാരുടെ ഒരു ഇതാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാതെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അതെല്ലാം ഫോളോ ചെയ്യണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺ. ഹരേ കൃഷ്ണ. എന്താണ് കേട്ടില്ലല്ലോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഹരേ കൃഷ്ണ. ഇല്ല. ഇപ്പം 12 അല്ലേ? ഇന്നിവിടെ നമുക്ക് നിർത്താം. നമ്മള് ബുക്ക് വായിക്കാൻ തുടങ്ങുന്ന തിങ്കളാഴ്ച തൊട്ടാണ്. ആദ്യം എടുക്കുന്ന ബുക്ക് ഇതാണ് അതീതം, ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത് എന്നുള്ള. അപ്പം ചെറിയ ചെറിയ ബുക്കുകളാണ്, അത്ര വിലയൊന്നും കാണില്ല. നിങ്ങള് ഇസ്കോൺ സെന്ററിൽ പോയാൽ കിട്ടും, ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഇസ്കോൺ സെന്ററിൽ പോയാൽ കിട്ടും. അത് അടുത്ത് ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്രസ്സ് തന്നാൽ ഞാനത്, ഇവിടെ കരമന സെന്ററാണ് ഞാൻ പോകാറുള്ളത്, സൺഡേസ് ഞാൻ പോകാറുണ്ട്. അപ്പം സൺഡേ നാളെ പോകുമ്പോൾ ഞാൻ ഈ അഡ്രസ്സും അവർക്ക് കൊടുക്കാം. ഏത് ബുക്കുകളാണെന്നും കൂടെ പറഞ്ഞാൽ അത് ഞാൻ അവർക്ക് കൊടുത്താൽ അവര് അയച്ചു തരും. അപ്പൊ പോസ്റ്റൽ ചാർജും കുറച്ചാകുമായിരിക്കും. വളരെ ഇതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ ബുക്കുകളാണ്. അതില് നമ്മൾ ഡിവോഷൻ, നെക്ടർ ഓഫ് ഡിവോഷൻ, ഭക്തി രസാമൃത സിന്ധു മാത്രമേ കുറച്ച് വലുതായിട്ട് കാണുന്നുള്ളൂ. അതിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ബുക്കുകളാണ്. എന്റെ കയ്യിലിരിക്കുന്നല്ല ഇംഗ്ലീഷാണ്. ഇതിൽ ചിലപ്പോ വില കാണില്ലായിരിക്കും. ഇത് വില എഴുതിയിട്ടില്ല കേട്ടോ, അത് കാരണം എനിക്കറിയില്ല എത്രയാണ്. ഇപ്പം ബാക്കി ഇത് ഇത്രയും വലുതാണ്, ബാക്കിയെല്ലാം ഇതിനേക്കാളും ചെറുതാണ്. എന്തോ 250 രൂപയാണ് അതിന്. ആണല്ലേ? സിന്ധുവിന് 250 രൂപ. ഞാൻ വില ചോദിച്ചിരുന്നു. അപ്പം കുറച്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞു എനിക്ക് കിട്ടാനായിട്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ധൃതിയില്ല. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ബിയോണ്ട് ബർത്ത് ആൻഡ് ഡെത്ത്, അതീതം എന്നുള്ള ബുക്കാണ്. ശരി. അപ്പം അത് മാത്രം ആദ്യം കിട്ടിയാൽ മതി. രണ്ടാമത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഉപദേശാമൃതമാണ്. അപ്പൊ ആദ്യത്തെ തന്നെ തീരുമ്പം ഒരു 2 ആഴ്ച പിടിക്കുമായിരിക്കും. എന്നുവെച്ചാൽ 5 ചാപ്റ്റേഴ്സാ ഉള്ള. ഒരു ചാപ്റ്റർ നമ്മൾ 2 ദിവസം എടുക്കുമായിരിക്കും, അരമണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ 5 എണ്ണം എന്ന് പറയുമ്പോ 10 ദിവസം എടുക്കും. അപ്പൊ 2 ആഴ്ച നമുക്കെടുക്കും. അത് കഴിയുമ്പോഴാണ് നമ്മള് ഉപദേശാമൃതം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഈശോപനിഷത്ത്. ഹരേ കൃഷ്ണ. മാതാജി, എനിക്ക് ഈ ബുക്ക് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? മലയാളം അതീതം അല്ലേ? ഞാൻ അഡ്രസ് ഇതിലിടാം. ഞാൻ മണി അയക്കാം, ഓൺലൈനിൽ അയക്കാം.
ഞാൻ ചോദിക്കട്ടെ അവരോട് എത്രയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ഞാൻ ചോദിക്കാം എങ്ങനെയാണ് പേയ്മെന്റ് വേണ്ടതെന്ന്. ചിലപ്പോ VPP ആയിട്ടായിരിക്കും. എന്ന് പറഞ്ഞാല് നമ്മൾ പൈസ കൊടുത്തിട്ട് ആ ബുക്ക് വരുമ്പോ നമ്മൾ പൈസ കൊടുക്കുകയോ വല്ലതും ആയിരിക്കും. എനിക്കറിയില്ല അവരെങ്ങനെയാ അയക്കുന്നതെന്ന്. ഞാനത് ചോദിച്ചിട്ട് ഈ ബുക്ക് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബുക്ക് വരുത്താനും ഞാൻ പറയാം. അവർക്ക് ആദ്യം 2 ബുക്കല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത്? അതെ, ആദ്യം അതീതം 10 ദിവസം എടുക്കും. പിന്നെ പഠിപ്പിക്കുന്ന ഉപദേശാമൃതം, അതും ചെറിയ ബുക്കാണ്. അത് രണ്ടും ഇപ്പൊ വേണം ആദ്യം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മതി. അപ്പോഴ് എനിക്ക് അഡ്രസ് അയച്ചോളൂ. വേറെ ആർക്കെങ്കിലും വേണമെങ്കിലും അതുപോലെ അഡ്രസ് അയച്ചു തന്നാൽ മതി. ഞാൻ അവരോട് ഓർഡർ ചെയ്ത് അയച്ചു തരാൻ പറയാം. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ, എനിക്കൂടെ വേണം ഇതെല്ലാം. ബുക്ക് എനിക്കൂടെ. മാതാജിയുടെ അക്കൗണ്ട് നമ്പർ തന്നാൽ അങ്ങോട്ട് ഇടാം പൈസ. അത് വരട്ടെ. അത് എനിക്കറിയില്ല അവരെങ്ങനെയാ അയക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അവരോട് ഞാൻ ചോദിക്കാം എങ്ങനെയാ പൈസ ഇപ്പൊ തന്നെ വേണോ എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. അതനുസരിച്ച് ചെയ്യാം. ബിന്ദു വിജയനും വേണം അല്ലേ? അഡ്രസ് തരൂ കേട്ടോ. തരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ശിഷ്ടാഷ്ടകം കൂടെ വേണം. ശിഷ്ടാഷ്ടകം ബുക്കിലല്ല മാതാജി, അത് ബുക്കൊന്നും വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. വൈഷ്ണവ ഗീതങ്ങൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൻ്റെ അകത്ത് കുറെ സോങ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ശിഷ്ടാഷ്ടകം ഉണ്ടായിരിക്കും അല്ലേ? ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ വൈഷ്ണവ ഗീതത്തിന്റെ അകത്ത് കുറെ സോങ്സ് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഈ സംസാരതാവയൊക്കെ ഉണ്ട്. ഗുരു അഷ്ടകം ഞാൻ ക്ലാസ്സിൽ എടുത്തിരുന്നു. ആ ഗുരു അഷ്ടകവും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ വൈഷ്ണവ ഗീതവും കൂടി ഞാൻ പറയാം. മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ദീക്ഷ എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ് വൈഷ്ണവ ഗീതങ്ങൾ. അതിലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ദീക്ഷ എടുക്കുന്നത് കൃഷ്ണ സേവക്, കൃഷ്ണ സാധക്, ഗുരു ആശ്രയ, ഇനീഷ്യേഷൻ, ഇവരൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ് വൈഷ്ണവ ഗീതങ്ങളിലുള്ള എല്ലാ ശിഷ്ടാഷ്ടകവും. പിന്നെ സന്ധ്യാരതി, അതേപോലെ തന്നെ മംഗളാരതി എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ജഗന്നാഥാഷ്ടകം വരുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ആവാഹന മന്ത്രം, നിവേദ്യ മന്ത്രം, ഇതൊക്കെ ഉണ്ട് അതില്. എല്ലാം ഇതിലും വരുന്നുണ്ട്. ആ ദീക്ഷ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ, റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇപ്പോ ദീക്ഷകൾ എടുക്കാവുന്നതാണ്. പിന്നെ ജയപതാക ഗുരു മഹാരാജിന്റെ മായപ്പൂരിൽ നിന്ന് അവര് അത് ഓൺലൈൻ വഴി കൊടുക്കും ചെയ്യും. അങ്ങനെ ദീക്ഷ എടുക്കാനായിട്ട് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എല്ലാവരും. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അതെ, അതിന്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ ബുക്സ് ഒക്കെ പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം തന്നെത്താനെ നമ്മൾ വീട്ടിൽ ഇരുന്ന് വായിക്കാൻ മടിക്കും. അപ്പൊ എല്ലാരും കൂടി ഓരോ പാരഗ്രാഫ് ആയിട്ട്, പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അതിനെക്കുറിച്ച് ഡിസ്കസും ചെയ്ത് പോകാം. അത് ഈ അതീതമൊക്കെ അതിൻ്റെ അകത്ത് പെടുന്ന, ഈ നമ്മൾ പറഞ്ഞ ബുക്സ് ഒക്കെ അതിൻ്റെ അകത്ത് പെടും. ഒരു ബുക്ക് മതിയല്ലോ? അല്ലല്ല, എന്ന് പറഞ്ഞാല് ഈ ബുക്സ് ഒക്കെ നമുക്ക് ദീക്ഷ എടുക്കാൻ ആവശ്യമുള്ളതാണ്. അതീതം എന്ന് പറയുന്ന സെപ്പറേറ്റ് ബുക്കാണ്. പിന്നെ ഉപദേശാമൃതം എന്ന് പറയുന്ന വേറൊരു ചെറിയ ബുക്കാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈശോപനിഷത്ത്, പിന്നെ ഭക്തിരസാമൃത സിന്ധു, പിന്നെ അവസാനം നമ്മൾ വിചാരിച്ചു കൃഷ്ണ ബുക്ക് തുടങ്ങാമെന്ന്. ഈ 5 ബുക്കും നമുക്ക് 5 ബുക്കല്ല 12 ബുക്കോ എന്തോ തന്നിട്ടുണ്ട് നമുക്ക് ദീക്ഷ എടുക്കാൻ വേണ്ടി. പല സ്റ്റേജസിൽ ഈ 5 സ്റ്റേജോ മറ്റോ കഴിയുമ്പോഴാണ് നമ്മൾക്ക് ദീക്ഷ കിട്ടുന്നത്. അപ്പൊ ഈ 5 സ്റ്റേജില് ഓരോ സ്റ്റേജിലും നമ്മൾ ഇന്ന ബുക്സ് പഠിക്കണം എന്നുണ്ട്. അപ്പൊ അതിൽ പെട്ടതാണ് ഈ 5 ബുക്കുകൾ. ഇത് നമുക്ക് ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് വേറെ ബുക്സ് വല്ലതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതും നോക്കാം. നമുക്ക് വേഗം പഠിച്ചു പോകാം, കഴിയുന്നോളം വേഗം പഠിക്കാൻ നോക്കാം.
വളരെ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് ഒക്കെ വേണ്ടി വരുമായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന, നമ്മൾ കയറുന്നല്ലേ ഉള്ളൂ ഭക്തിയിൽ, അപ്പൊ കുറച്ച് എക്സ്പ്ലനേഷൻസ് വേണ്ടി വരുമായിരിക്കും. നമുക്ക് നോക്കാതെ. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കൊക്കെ വേണം എന്ന് വെച്ചാൽ പ്രഭു പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ വൈഷ്ണവ ഗീതം കൂടെ വാങ്ങുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് പറയുന്നുമുണ്ട് ഏതൊക്കെ സ്റ്റെപ്സ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, നമ്മൾ എത്ര നാമം ജപിക്കണം, എത്ര മാല ജപിക്കണം, ഇങ്ങനത്തൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഈ ബുക്സ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് വരും ഇനീസിയേഷൻ എടുക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ഇനീസിയേഷൻ എടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ഉള്ളത് ഈ ബുക്സിൻ്റെ അകത്തുണ്ടാവും. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ദീക്ഷ എടുക്കാൻ വേണ്ടി നോക്കാം. ഹരികൃഷ്ണ മാതാജി, ഹരികൃഷ്ണ മാതാജി, ഇസ്കോൺ ഗുരുവായൂരിലെ പ്രഭുജിയുടെ നമ്പർ ഉണ്ട് എന്റെ കയ്യില്. ഞാൻ ആ പ്രഭുവിന്റെ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് എനിക്ക് ബുക്സ് ഞാൻ ഇതേപോലെ ബുക്ക് ചെയ്തത്, ഓർഡർ ചെയ്തത്. അങ്ങനെ എനിക്ക് അയച്ചു തന്നു. അപ്പൊ ആ നമ്പർ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ ആർക്ക് ആവശ്യമുള്ള വെച്ചാൽ നേരിട്ട് വിളിക്കാലോ. അതെ, ഏറ്റവും ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ, അതിൻ്റെ അടുത്തുള്ള സെന്ററിൽ നിന്ന് വാങ്ങുകയായിരിക്കും അത്രേ എളുപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലുള്ളവർക്കൊക്കെ പള്ളിച്ചൽ നിന്നോ അല്ലെങ്കിൽ ഈ കരമന സെന്ററിൽ നിന്നോ വാങ്ങാം. അപ്പൊ അത് അടുത്താണ്, നിങ്ങൾക്ക് വേഗം കിട്ടുകയും ചെയ്യും. ഓരോ സ്ഥലം അനുസരിച്ച് അവിടുന്ന് എടുക്കുക. പിന്നെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഓർഡർ ചെയ്ത് അയച്ചു തരാം. ഞാൻ മാതാജിക്ക് തരാം. എനിക്ക് അറിയില്ല, എനിക്ക് ഇവിടെ ഇല്ല, കായംകുളത്തില്ല സെന്ററിന്റെ ബുക്സ് ഒന്നും കിട്ടില്ല. മാതാജിക്ക് പറയാം. എനിക്കും ഇതുപോലെ, ഞാൻ ആലപ്പുഴയാണ്. അപ്പൊ ഇവിടെ ഒന്നും സെന്റർ ഇല്ല. അപ്പൊ ഞാൻ മാതാജി എടുത്തു തന്നാ മതി എനിക്കും. ഓക്കെ, ശരി. ബിന്ദു അല്ലേ ഇപ്പൊ പറഞ്ഞത്? സ്റ്റോറിൽ ബുക്ക് ഉണ്ട് മാതാജി. എവിടെയുണ്ട്? ജയപതാക സ്റ്റോളിൽ അല്ലേ? ഞാൻ പോയിട്ടുണ്ട്. അവിടെ കിട്ടും അല്ലേ? അപ്പൊ ഗുരുവായൂരിൽ ആരെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഗുരുവായൂര് അവിടെ തന്നെയാണ്. ഗുരുവായൂർ ഇസ്കോൺ അവിടെ തന്നെയാണ്. ഗുരുവായൂർ എത്തുന്നതിന് മുമ്പ് മാതാജി, ഗുരുവായൂർ എത്തുന്നതിന് മുമ്പ് കൈപ്പറമ്പിലെ സൗത്ത് വൃന്ദാവൻ ഉണ്ട്. അവിടെ ഉണ്ട്, ബുക്കുകൾ എല്ലാം ഉണ്ട്. എല്ലായിടത്തും കിട്ടും. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇസ്കോൺ സെന്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ ഓർഡർ ചെയ്തോളൂ, എന്നിട്ട് വാങ്ങിച്ചോളൂ. ഇല്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നമ്പർ തന്നാൽ ഞാൻ കൊടുക്കാം. സെന്ററിൽ ഞാൻ പോകാറുണ്ട്, എല്ലാ സൺഡേയും പോകുന്നുണ്ട്. ഞാൻ അവിടെ കൊടുത്തേക്കാം. എന്നിട്ട് അവരുടെ ഇടയ്ക്ക് നിന്ന് അവരെ അയച്ചു തരും. അല്ല, അവർക്ക് അയക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഹരേ കൃഷ്ണ മാതാജി, ഈ 5 ബുക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു തരാമോ? ഹരേ കൃഷ്ണ മാതാജി. അത് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്നലെ അതീതം, ഉപദേശാമൃതം, ഈശോപനിഷത്ത്, ഭക്തി രസാമൃതം, സിന്ധു, പിന്നെ കൃഷ്ണ ബുക്ക്. കൃഷ്ണ ബുക്ക് എന്റെ കയ്യിലുണ്ട്. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറയാണ്, നിങ്ങള് ഈ വൈഷ്ണവ ഗീതം കൂടെ വാങ്ങും. ഹരേ കൃഷ്ണ. അപ്പോഴേ ഈ നമ്മള് എടുക്കുന്ന ഓരോ ശ്ലോകം നമ്മൾ ഇതുപോലെ ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ ശിഷ്ടാഷ്ടകം നോക്കി, പിന്നെ ഗുരുവാഷ്ടകം നമ്മൾ നോക്കിയിരുന്നു അല്ലെ? അത് ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഈ 8 ശ്ലോകത്തിന്റെ അർത്ഥം പറയുമ്പം എല്ലാവർക്കും അത് തലയിലിരിക്കാത്ത കൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യാണ്, ഓരോ ദിവസം ഓരോ ശ്ലോകമായിട്ട്. നേരത്തെ നമ്മൾ എടുത്തത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അതുപോലെ നമുക്ക് വേറെ വേറെ ശ്ലോകങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതെ, അത് മാതാജി, അത് വാങ്ങണം.
താങ്ക് യു അതും മാതാജി. വാങ്ങും, ഹരേ കൃഷ്ണ. അതും അതും വാങ്ങാം. വാങ്ങാം, അതും വാങ്ങാം മാതാജി. ഹരേ ആ, കൃഷ്ണ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. നമുക്കപ്പോ ഇവിടെ നിർത്താം അല്ലേ? എന്തെങ്കിലും Okay. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതിയാലും മതി കേട്ടോ. എന്തെങ്കിലും Thank you. സംശയമുണ്ട് ഇതിനെക്കുറിച്ച്, ബുക്സിന്റെ കാര്യത്തിലോ എന്തിലെങ്കിലും. പിന്നെ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ അഡ്രസ്സ് തന്നാലും മതി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കോടി കൃഷ്ണ. വൈഷ്ണവൃന്ദ കീ ജയ് ജയ് ശ്രീ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ജയ ശ്രീ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു. നാളെ ഇല്ല, ഇനി തിങ്കളാഴ്ച. തിങ്കളാഴ്ച നമ്മൾക്ക് ഭാഗവതമാണ്. ഭാഗവതവും പിന്നെ അതീതം തുടങ്ങുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാമം.